രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഇത് നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് 100 ക്വസ്റ്റ്യൻ ചാലഞ്ച് സീരീസ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ സയൻസിൽ നിന്നാണ്. നമുക്കറിയാം സിലബസിലെ 7 ഭാഗങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് 10 മാർക്കിനായിട്ട്. അപ്പൊ ഓരോ ഭാഗത്ത് നിന്നും 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചേർത്ത് ടോട്ടൽ നമുക്ക് ഒരു 100 ക്വസ്റ്റ്യൻസ്. ആ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് പ്രീവിയസ് ഇയറിൽ 10th ലെവൽ പ്രിലിംസ് ബേസ് ചെയ്ത് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പല രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. പിന്നെ നമുക്ക് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മോഡൽ എക്സാം ആയിട്ട് തന്നെ 100 മാർക്കിന്റെ ഒരു മോഡൽ എക്സാം ആയിട്ട് തന്നെ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. നിങ്ങൾ നോക്കുക 100ൽ എത്ര മാർക്കാണ് കിട്ടുന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മനുഷ്യ ശരീരത്തിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേരെന്ത്? ഏറ്റവും കൂടുതൽ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. പല്ലിന്റെ ഇനാമൽ ആണ് ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇനാമലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? നമുക്ക് പല്ലിന്റെ ഇനാമലിന് കേടുവരുന്ന അല്ലെങ്കിൽ ദന്തക്ഷയത്തിന് കാരണമായിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓർക്കണം ഏതാണ്? ലാക്ടിക് ആസിഡ് ആണ് എന്നുള്ളത് ഓർക്കുക. അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. പല്ലിന്റെ ഇനാമലിന് വരുത്തുന്ന അല്ലെങ്കിൽ ദന്തക്ഷയത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ആസിഡ് ആണ് ഏത്? ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത് ഓർത്തു വെക്കുക. പിന്നെ വരുന്നത് നമുക്ക് മനുഷ്യരുടെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ് നമുക്ക് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആൻസർ മൈൻഡിലേക്ക് വരുന്നില്ലേ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ ടൈപ്പ് പല്ലുകളും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ടോട്ടൽ നമുക്കറിയാം 32 പല്ലുകളാണ് വരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളിലെ പാൽപ്പല്ലുകളെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം 20 പല്ലുകളാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ്, എത്ര ടൈപ്പ് പല്ലുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. എത്ര ടൈപ്പ് പല്ലുകൾ വരുന്നുണ്ട്? 4 ടൈപ്പ് പല്ലുകളാണ്. ഏതൊക്കെയാണ്? നമുക്ക് ഉളിപ്പല്ലുണ്ട്, കോമ്പല്ലുണ്ട്, അഗ്രചർവണകം, ചർവണകം. ഈ ഓർഡറിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പഠിച്ചു വെക്കുക. എത്ര ഉളിപ്പല്ലാണ് ടോട്ടൽ ഈ 32 എണ്ണത്തിൽ വരുന്നത്? എണ്ണം ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. 8 ആണ്. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. കോമ്പല്ല് ടോട്ടൽ എത്രയാണ്? 4 ആണ് വരുന്നത് ഓർക്കുക. അഗ്രചർവണകം ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഉളിപ്പല്ല് പോലെ 8 എണ്ണമാണ്. ചർവണകമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എത്രയുണ്ട്? നമുക്ക് 12 ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ 8, 4, 8, 12 ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഈ നമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇനി നമ്മളോട് ചോദിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഡെന്റൽ ഫോർമുല. ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ഡെന്റൽ ഫോർമുല കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കും. ഓർക്കണം 2123 എന്ന് പറയുന്ന നമ്പർ ആണ്, വേറൊന്നുമില്ല. ഈ നമ്പേഴ്സ് പഠിച്ചു വെച്ചാൽ മതി. നമുക്കറിയാം 8, 4, 8, 12 ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള പല്ലുകളുടെ ആ ഒരു ടോട്ടൽ നമ്പേഴ്സ് ആണ്. സോ അപ്പൊ ഇതിനെ നമ്മൾ 4 വെച്ചിട്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 2123 കിട്ടുക. 8നെ നമ്മൾ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 8നെ പിന്നെയും 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, ഇവിടെയാണെന്നുണ്ടെങ്കിൽ 3. ഇതാണ് 2123. സോ 2123 by 2123 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഡെന്റൽ ഫോർമുല. 2213 എന്നൊക്കെ പറഞ്ഞിട്ട് തരും. 2123 ആണ് കറക്റ്റ് എന്നുള്ളത് ഓർക്കുക. 8, 4, 8, 12 ആണ് ടോട്ടൽ നമ്മുടെ പല്ലുകൾ. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഒന്നും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. കാരണം നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ കൂടി കൂടെ ചേർത്തിട്ടാണ് പോകുന്നത്. സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ സ്ലോ ആണെന്ന് തോന്നിയാൽ കൂട്ടിയിട്ട് നോക്കുക. ഫാസ്റ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാലും മതി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാംസ്യത്തിന്റെ വിഘടനത്തിന് സഹായിക്കുന്ന എൻസൈം രാസാഗ്നി ഏത് എന്നുള്ളതാണ്. ഇപ്പൊ നടക്കുന്ന എക്സാമുകളിലൊക്കെ ഈ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ ആ എൻസൈംസും പല്ലുകളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എൻസൈമുകൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാംസ്യത്തിന്റെ വിഘടനമാണ്. ആൻസർ ഏതായിരിക്കും കറക്റ്റ് നമുക്ക് വരുന്നത്? ഓപ്ഷൻ എ തന്നെയാണ് അല്ലെ, പെപ്സിൻ ആണ്. പ്രോട്ടീന്റെ ഡൈജഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒന്നാണ്
പെപ്സിൻ പ്രോട്ടീൻ ആണ് നമുക്കറിയാം. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്, ദഹന ഗ്രന്ഥിയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്, ആമാശയമാണ് എന്നുള്ളത് ഓർക്കാം. ഇനി ഇതേപോലെ തന്നെ മാംസത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന അടുത്ത ഒരു എൻസൈം ഉണ്ട്, ഏതാണ്, ട്രിപ്സിൻ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അത് നിർമ്മിക്കുന്നത് ഏത് ആമാശയ അല്ലെങ്കിൽ നമ്മുടെ ദഹന ഗ്രന്ഥിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും, അത് പാൻക്രിയാസ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ പെപ്സിൻ ഉണ്ട്, ട്രിപ്സിൻ ഉണ്ട്, രണ്ടുപേരും പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. പെപ്സിൻ ആണെങ്കിൽ ആമാശയം നിർമ്മിക്കുന്നതാണ്, ട്രിപ്സിൻ ആണെങ്കിൽ പാൻക്രിയാസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇവിടെ ഓപ്ഷനിൽ അമിലേസ് കൊടുത്തിട്ടുണ്ട്. അമിലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്തിനാ ഓർക്കുക, അന്നജത്തിന്റെ വിഘടനം. ചിലപ്പോൾ തെറ്റായ ജോഡിയത് ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തരും നമുക്ക്. ഓക്കെ, അപ്പൊ അമിലേസ് അന്നജമാണ്, പെപ്സിനും ട്രിപ്സിനും ഏതാണ്, നമുക്ക് പ്രോട്ടീൻ ആണ്. ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം എന്തായിരിക്കും, അത് കൊഴുപ്പാണ് എന്നുള്ളത് ഓർക്കുക. കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ഏത് എന്ന് എടുത്തു ചോദിച്ചാൽ ഏതായിരിക്കും, ലിപ്പേസ് ആയിരിക്കും. അതേപോലെ തന്നെ കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന അടുത്ത ഒരു ദഹനരസമാണ് ഏത്, നമ്മുടെ പിത്തരസം എന്ന് പറയുന്നത്. ഓർക്കുക, ഇതൊരു എൻസൈം അല്ല, ഇതിൽ എൻസൈമുകൾ അടങ്ങിയിട്ടില്ല എന്നുള്ളത് ഓർക്കുക. സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്തിനാ ഇത് സഹായിക്കുക, കൊഴുപ്പിന്റെ ദഹനത്തിനാണ് സഹായിക്കുന്നത്. ഇത് ആര് നിർമ്മിക്കുന്നതാണ്, നമ്മുടെ കരള് നിർമ്മിക്കുന്നതാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പം ഈ രണ്ട് ഓപ്ഷൻസും തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലിപ്പേസും ഉണ്ടാകും, പിത്തരസവും ഉണ്ടായിരിക്കും. കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം എന്ന് എടുത്തു ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ എങ്ങോട്ടേക്ക് വരാൻ പാടില്ല, പിത്തരസത്തിലേക്ക് വരാൻ പാടില്ല. ബിക്കോസ് എൻസൈം എന്ന് പറയുന്നത് ഏതാണ്, ലിപ്പേസ് ആണ് എൻസൈം. പിത്തരസം എന്ന് പറയുന്നത് എൻസൈം അല്ല എന്നുള്ളത് ഓർക്കുക, അല്ലെങ്കിൽ അതിൽ എൻസൈം ഇല്ല എന്നുള്ളത് ഓർക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങള് മെയിൻ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുക. പ്രോട്ടീൻ, അതേപോലെ തന്നെ അന്നജം, പിന്നെ കൊഴുപ്പിന്റെ ദഹനം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആണ് അല്ലെ, കരളാണ്. ഓർക്കുക, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും, കരളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി എടുത്തു ചോദിക്കുകയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്, അത് ഓർക്കുക, നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയാണ് എന്നുള്ളത് ഓർക്കുക. അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രത്യേകത എന്താ, ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ്. അപ്പോ അന്തസ്രാവി ഗ്രന്ഥി എന്ന് എടുത്തു ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഏതാണ്, തൈറോയിഡ് ഗ്രന്ഥിയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്നുള്ളതാണ്. ആൻസർ ഏതായിരിക്കും, നമുക്ക് ഗ്ലൂക്കോൺ, ഇൻസുലിൻ. ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് അല്ലെ, ഇൻസുലിൻ ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓർക്ക്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഉണ്ട്. ഒന്ന് ഇൻസുലിനും അതേപോലെ തന്നെ അടുത്തത് ഏതാ, നമുക്ക് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കോൺ എന്നല്ല, ഗ്ലൂക്കഗോൺ ആണ് എന്നുള്ളത് ഓർക്കാം. ഈ രണ്ട് ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും, നമ്മുടെ പാൻക്രിയാസ് ആണ്. മധുരഗ്രന്ഥി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, പാൻക്രിയാസിനെയാണ്. കാരണം ഈ ഹോർമോണുകളുടെ ഉൽപാദനത്തിലൂടെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്, പാൻക്രിയാസ് സഹായിക്കുന്നുണ്ട്. ഇനി എടുത്ത് നമ്മളോട് ചോദിക്കാം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ ആണോ ഗ്ലൂക്കഗോൺ ആണോ, ഇൻസുലിൻ ആണ് ഓർത്തുവെക്കുക. ഓക്കെ, കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിൻ ആയിരിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആര്, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന നമ്മുടെ ഹോർമോൺ ഓർത്തു വെക്കുക. അപ്പൊ രക്തത്തിലെ പഞ്ചസാരയുടെ നോർമൽ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും, 70 to 110 mg/100 ml ആണ്. 100 ml ബ്ലഡില് 70 to 110 milligram ആണ് നമുക്ക് നോർമൽ ലെവൽ. ഓക്കെ അല്ലെ? അപ്പൊ കുറയ്ക്കാൻ സഹായിക്കുന്നത് ചോദിക്കുമ്പോൾ ഇൻസുലിനും, കൂട്ടാനായിട്ട് സഹായിക്കുന്നത് ചോദിക്കുമ്പോൾ ഗ്ലൂക്കഗോണുമാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഗ്രന്ഥിയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുമാണ്. ഹൈപ്പോതലാമസ് വാസോപ്രസിൻ, തൈമസ് തൈമൂസിൻ, പിനിയൽ ഗ്രന്ഥി മെലറ്റോണിൻ, അഡ്രീനൽ ഗ്രന്ഥി അഡ്രിനോകോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും തെറ്റായിട്ടുള്ളത്, അഡ്രീനൽ ഗ്രന്ഥിയുടെ കേസാണ് അല്ലെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ, ബാക്കിയുള്ളത് നോക്കുമ്പോൾ ഹൈപ്പോതലാമസ് വാസോപ്രസിൻ, ഓർക്കുക വാസോപ്രസിൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഓക്സിറ്റോസിൻ നമ്മൾ പഠിക്കുന്നതാണ്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്. ഇത് മാത്രമല്ല റിലീസിങ് ഹോർമോണുകൾ എന്ന് പറയുന്ന ഒരു
ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ഇൻഹിബിറ്ററി ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ് എന്നുള്ളത് ഓർക്കണം. ഓക്കെ, ഇനി തൈമസ് ഗ്രന്ഥി എങ്ങനെയാ നമ്മൾ വിളിക്കുക? യുവത്വ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് എന്ന് ചോദിക്കും. അപ്പൊ ഏതാണ്? നമ്മുടെ തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? തൈമോസിൻ. അതായത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ പിനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത്? മെലറ്റോണിൻ. ഓർക്കുക, ഉറങ്ങാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏത്? അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ പകൽ സമയത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് മെലറ്റോണിൻ. ബിക്കോസ് അതുകൊണ്ടാണ് ഉറങ്ങാനായിട്ടൊക്കെ നമുക്ക് സഹായിക്കുന്നത്. അപ്പൊ അതും ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി നമ്മൾ പറഞ്ഞിരുന്നു കരളാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് പിനിയൽ ഗ്രന്ഥിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അഡ്രീനൽ ഗ്രന്ഥി, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. ശരിയാണോ? അത് തെറ്റാണ് അല്ലെ? പേര് കേൾക്കുമ്പോൾ സിമിലർ ആണെന്ന് തോന്നും, പക്ഷെ അത് കൃത്യമായിട്ട് പഠിക്കണം. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ചോദിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? കോർട്ടിസോൾ വരുന്നുണ്ട്. ഓക്കെ, കോർട്ടിസോൾ ഉണ്ട്, അൽഡോസ്റ്റിറോൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ അഡ്രിനാലിൻ വരുന്നുണ്ട്, നോർ അഡ്രിനാലിൻ വരുന്നുണ്ട്. ഈ ഹോർമോൺസ് ഒക്കെ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൽ വരുന്നതാണ്. പക്ഷെ അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ആരുൽപ്പാദിപ്പിക്കുന്നതല്ല? അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതല്ല. പിന്നെ ഇത് ആരായിരിക്കും നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്? ഓർക്കുക, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നമ്മുടെ ശരീരത്തില് ഗ്രന്ഥികളുടെ ഗ്രന്ഥി, നായക ഗ്രന്ഥി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെയായിരിക്കും? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓക്കെ, ഇനി അവര് ഏത് തരത്തിലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്നതാണ് ഏതാണ്? നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് പഠിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു 1 month റിവിഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പലതവണയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെ? അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ എന്താണ് ഫംഗ്ഷൻ ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്? ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ട്രോപ്പിക് ഹോർമോൺസ് എന്താണെന്ന് നമ്മൾ അവിടെ പഠിച്ചതാണ്. എന്തായിരുന്നു? മറ്റുള്ള ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ഏത്? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ട്രോപ്പിക് ഹോർമോൺസ്. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ആണ്. അങ്ങനെയുള്ള ഒരു ട്രോപ്പിക് ഹോർമോൺ ആണ് ഏത്? അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൊമാറ്റോട്രോപ്പിൻ ആയിക്കോട്ടെ, ഗുണാഡോട്രോപ്പിക് ഹോർമോൺ, ഇതൊക്കെ നമ്മൾ എവിടെയാ പഠിച്ചത്? ഒരു ടേബിൾ വെച്ച് നമ്മൾ പഠിച്ചതായിരുന്നു. ഏതാണ്? നമ്മുടെ ട്രോപ്പിക് ഹോർമോൺസിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഹോർമോൺസിനെ കുറിച്ച് പഠിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രന്ഥികള് ഏതൊക്കെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് പഠിക്കണം. ഇത് മാത്രമല്ല, ഇതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു വെക്കണം. വാസോപ്രസിൻ ആയിക്കോട്ടെ, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ഒക്കെ ഇപ്പൊ ഇൻസുലിന്റെ കേസിൽ നമ്മൾ കണ്ടിരുന്നു. എല്ലാം ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞു പോകാനായിട്ട് പറ്റില്ല. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ കണ്ട് നന്നായിട്ട് റിവൈസ് ചെയ്ത് മാക്സിമം റിവൈസ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും ഇവിടെ? നമുക്ക് ആന്റിജൻ ഇല്ലാത്തത് ഓപ്ഷൻ ബി അല്ലെ? O ഗ്രൂപ്പ് ബ്ലഡ് ആണ് അല്ലെ? O ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്തില്ല? നമുക്ക് ആന്റിജൻ ഇല്ല. നേരെ തിരിച്ച് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, AB ഗ്രൂപ്പ് ബ്ലഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മൾ പഠിക്കുന്നതാണ് ഈ ഒരു ടേബിൾ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതായത് നമുക്ക് ആന്റിജനും പഠിക്കണം, നമ്മുടെ ബ്ലഡിലെ ആന്റിബോഡി ഏതാണെന്നും പഠിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ആന്റിജൻ ഏതാണോ അതേ പേരിലായിരിക്കും ആ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത്. ആന്റിജൻ A ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. ആന്റിജൻ B ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. Aയും Bയും ഉള്ള ബ്ലഡ് AB ഗ്രൂപ്പ് ആണ്. ഒന്നുമില്ലാത്തതാണ് O ഗ്രൂപ്പ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പഠിച്ചിരുന്നു ആന്റിബോഡി ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി വരുന്നത്. A ഗ്രൂപ്പ് ബ്ലഡ് ആണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു ആന്റിജൻ A ഉണ്ട്. അപ്പൊ അവിടെയുള്ള ആന്റിബോഡി ഏതായിരിക്കും? ആന്റിബോഡി B മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി B ഗ്രൂപ്പ് ബ്ലഡിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിബോഡി, അതായത് ആന്റിബോഡി A മാത്രമായിരിക്കും ഉണ്ടാവുക. AB ഗ്രൂപ്പ് ബ്ലഡിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ എന്തുണ്ടാവില്ല? ആന്റിബോഡികളൊന്നും ഉണ്ടാവില്ല. ഇനി O ഗ്രൂപ്പ് ബ്ലഡിൽ നമ്മൾ പറഞ്ഞു അവിടെ ആന്റിജൻ ഒന്നുമില്ല, പക്ഷെ എന്തുണ്ട്? 2 ആന്റിബോഡികളും കാണപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ പല തവണ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ഇപ്പൊ നടക്കുന്ന എക്സാമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രക്തപര്യന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പല എക്സാമിലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ആ ബ്ലഡ് ഗ്രൂപ്പും അതേപോലെ തന്നെ ബ്ലഡ് വെസൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഇത് നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് അല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നിട്ട് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയുടെ പേര് ചോദിക്കും. അപ്പൊ ഓർക്കണം, ഫാഗോസൈറ്റോസിസ് ആണ്. ഇത് നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? രണ്ട് പേരുണ്ട്. എന്താ ആൻസർ വരുന്ന? ഓപ്ഷൻ ഡി അല്ലേ? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഓർക്കുക, മോണോസൈറ്റും ന്യൂട്രോഫിലും എന്താണ്? ഫാഗോസൈറ്റുകളായിട്ട് പ്രവർത്തിക്കും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമുണ്ട്, ആന്റിബോഡികൾ നിർമ്മിക്കുന്ന ശ്വേതരക്താണു ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ലിംഫോസൈറ്റ് ആണ്. ഓർത്തു വെക്കുക, ലിംഫോസൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആന്റിബോഡി നിർമ്മിക്കുന്നത്. ലിംഫോസൈറ്റ് തന്നെ ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. ഇതിൽ ആരാണ് ആന്റിബോഡികളെ നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ബി ലിംഫോസൈറ്റ് ആണ്. ടി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നില്ല? ആന്റിബോഡികളെ നിർമ്മിക്കുന്നില്ല എന്നുള്ളത് ഓർക്കാം. ക്ലിയർ അല്ലേ? ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരിക്കും? നമുക്ക് 4 ഓപ്ഷൻസ് ആണ്. ആൻസർ ഏതാണ്? കരളാണ് അല്ലെ? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഓരോരോ ഘടകങ്ങളും പഠിക്കണം. അത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജന്റെ പ്രത്യേകത എന്താ? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഏത് ചോദിക്കുമ്പോൾ ഫൈബ്രിനോജൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഇത് നിർമ്മിക്കുന്നത് എവിടെയാണ് എന്നാണ് നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? നമ്മുടെ കരളിലാണ്. അപ്പൊ രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഘടകങ്ങളൊക്കെ നമുക്ക് നിർമ്മിക്കുന്നത് എവിടെയാണ്? കരളിൽ വെച്ചാണ്. ഇനി അത് മാത്രമല്ല, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിക്കാം. വൈറ്റമിൻ ഏതാണ്? നമ്മൾ പഠിക്കുന്നതാണ് വൈറ്റമിൻ കെ ആണ്. ഓക്കെ, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന രക്താണു ഏത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? അത് പ്ലേറ്റ്ലെറ്റ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതു ഏത് അല്ലെങ്കിൽ ലോഹം ഏത്, മൂലകം ഏത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? അത് കാൽഷ്യം ആണ് എന്നുള്ളത് ഓർക്കുക. പ്ലാസ്മ പ്രോട്ടീൻ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഫൈബ്രിനോജൻ ആണ്. ഇത് പലതവണ ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും ഏതാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ 10th ലെവൽ പ്രിലിമിനറി ഇതിനു മുൻപ് നടന്ന ഒരു എക്സാമിന് ചോദിച്ചിരുന്നതാണ്. ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയുടെ സംവഹനത്തിന് സഹായിക്കുന്നു. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവില് കാണപ്പെടുന്നു. തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ? നമുക്കറിയാം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താ? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് അല്ലെ? അത് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചുവന്ന രക്താണുവിലാണ്, RBCയിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ചുവന്ന രക്താണുവിലാണ് കാണപ്പെടുന്നത്, അല്ലാതെ പ്ലാസ്മയില് അല്ല. എന്തിനു സഹായിക്കുന്നു? ശ്വസനവാതകങ്ങളായിട്ടുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇതിന്റെ ഘടനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ എന്തൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും? 2 യൂണിറ്റുകൾ ചേർന്നതാണ്. ഒന്ന് ഒരു പ്രോട്ടീൻ യൂണിറ്റ്, മാംസ്യം അടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഹീം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു പ്രോട്ടീൻ യൂണിറ്റും ഉണ്ട്, ഹീം എന്ന് പറയുന്ന ഒരു യൂണിറ്റും ഉണ്ട്. ഇത് രണ്ടും ചേർന്നതാണ് ഇത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീം എന്ന് പറയുന്ന യൂണിറ്റിൽ കാണപ്പെടുന്ന മൂലകമാണ് അല്ലെങ്കിൽ ലോഹമാണ് ഏത്? അയൺ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കും ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന മൂലകം ഏത്, ലോഹം ഏത് ചോദിക്കാറുള്ളതാണ്. ഏതാണ്? അയൺ ആണ്. ഈ ഹീം യൂണിറ്റിലാണ് അയൺ കാണപ്പെടുന്നത്. ഇനി ചോദിക്കാം, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയില് എത്ര അയൺ സൈറ്റുകൾ കാണപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര എണ്ണമായിരിക്കും? 4 അയൺ സൈറ്റുകളാണ് കാണപ്പെടുന്നത്. എത്ര പ്രോട്ടീൻ യൂണിറ്റുകൾ ഉണ്ട്? നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ യൂണിറ്റുകൾ ചേർന്നതാണ്. എത്ര പ്രോട്ടീൻ യൂണിറ്റുകൾ ഉണ്ട്? 4 പ്രോട്ടീൻ യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഏത് നമ്പർ ഓർക്കണം? 4 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട നമ്പറാണ് 4 എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴും അവിടെയുള്ള കാര്യങ്ങൾ 4 ആണ്. അതിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര എണ്ണത്തിനെയാണ് വഹിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 4 എണ്ണമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഓക്കെ, ശരി.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയമിടിപ്പ് അറിയുന്നതിനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആര് എന്നുള്ളതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. റെനെ ലെനാക്ക് ആണ് ഓർത്ത് വെക്കുക സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത്. അതേസമയം വില്യം എന്തോവൻ എന്താ പ്രത്യേകത? ECG നിർമ്മിച്ചത് ആര് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക വില്യം എന്തോവൻ ആണ്. ഇനി അതേപോലെ തന്നെ വില്യം ഹാർവി ഉണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. വില്യം ഹാർവി എന്താ പ്രത്യേകത? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ വില്യം ഹാർവി ആണ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് രക്ത ഗ്രൂപ്പ് കണ്ടെത്തിയത് ആര് അല്ലെങ്കിൽ തരംതിരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ് എന്നുള്ളത് ഓർക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചൊക്കെ ഈ ഭാഗത്ത് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം ഏത്? ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്കം, ശ്വാസകോശം, ഹൃദയം, ഇതിങ്ങനെ തന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഈ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് കൂടി ചോദിച്ചിരുന്നു. ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? മെനിഞ്ചസ് ആണ് അല്ലെ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് മെനിഞ്ചസ് ആണ്. പെരികാർഡിയം എന്താണ്? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. പ്ലൂറയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പ്ലൂറയാണ്. പിന്നെ മയലിനുറ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാം. എന്താണ്? നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാഡീകോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കുക. എന്ത്? നമ്മുടെ മയലിനുറ എന്താണ്? നാഡീകോശത്തിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതേപോലെ നമുക്കറിയാം നമ്മുടെ കോശ ശരീരം ഇതാണ് എന്നുണ്ടെങ്കിൽ കോശ ശരീരത്തിൽ നിന്ന് പോകുന്ന നീളം കൂടിയ തന്തുവിന്റെ പേരാണ് ഏത്? ആക്സോൺ എന്ന് നമ്മൾ പറയും. ഈ ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത് എന്ന് ചോദിക്കുമ്പോഴാണ് എന്ത് നമ്മൾ പറയാം? മയലിൻ ഉറ വരുന്നത്. ഓർക്കുക, നാഡീകോശത്തില് ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഏത്? മയലിൻ ഉറ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്നുള്ളതാണ്. നമ്മൾ നാഡീ വ്യവസ്ഥ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്രെയിനിന്റെ ഓരോ പാർട്സും അതിന്റെ ഫങ്ഷൻസും ആണ്. കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ ആൻസർ എന്താണ് നമുക്ക് വരുന്നത്? ഓപ്ഷൻ എ ആണ്, മെഡില്ല ഒബ്ലോങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മെഡില്ല ഒബ്ലോങ്കേറ്റ ആണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതായിരിക്കും? അത് സെറിബ്രം ആണ് എന്നുള്ളത് ഓർക്കുക. ബുദ്ധി, ഓർമ്മ, ചിന്താഭാവന തുടങ്ങിയ കാര്യങ്ങളുടെ കേന്ദ്രം, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കാൻ സഹായിക്കുന്നത് ഇതൊക്കെ എന്താണ്? സെറിബ്രം ആണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് ഏത്? മെഡില്ല ഒബ്ലോങ്കേറ്റ നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് എടുത്തു ചോദിച്ചിട്ടുള്ള ഒന്നാണ് ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മസ്തിഷ്ക ഭാഗം, മെഡില്ല ഒബ്ലോങ്കേറ്റ ആണ്. ഹൃദയ സ്പന്ദനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ മെഡില്ല ഒബ്ലോങ്കേറ്റ എന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ തന്നെ ശരീരത്തിന്റെ തുലന നില പാലനവുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? സെറിബെല്ലമാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് തന്നെയാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? നമ്മൾ പറഞ്ഞു ഏതാണ്? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനം ചോദിക്കുമ്പോഴൊക്കെ സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ് എന്ന് ചോദിക്കും. എന്തിനെയാണ്? സെറിബെല്ലത്തെയാണ് എന്നുള്ളത് ഓർക്കുക. അതേസമയം വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക അത് തലാമസിലാണ് എന്നുള്ളത് ഓർക്കുക. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ് എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേശീക്ലമത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ലാക്ടിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ്. പേശികൾക്ക് എന്താണ്? ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പേശികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പേശികളിൽ ഇതേപോലെ ലാക്ടിക് ആസിഡ് ഫോം ചെയ്ത് അടിഞ്ഞുകൂടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പേശീക്ലമം, അതായത് പേശികൾക്ക് സങ്കോചിക്കാനുള്ള കഴിവ് ഈ സമയത്ത് താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ അവസ്ഥയുടെ പേരെന്താണെന്ന് ചോദിക്കാം. അതാണ് പേശീക്ലമം. എന്ത് അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ ലാക്ടിക് ആസിഡ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒന്നാണ് ഗൗട്ട്. ഗൗട്ട് എന്താണ്? നമുക്ക് സന്ധികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സന്ധികളിൽ എന്തടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഗൗട്ട് ഉണ്ടാകുന്നത്? അതായത് സന്ധികൾക്കുണ്ടാകുന്ന നീർവീക്കമാണ്. എന്തടിഞ്ഞു കൂടുന്നതാണെന്ന് ഇവിടെയും ചോദിക്കാം. ഇവിടെ ഏതാണ്? അത് യൂറിക് ആസിഡ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ പേശീക്ലമത്തിൽ ലാക്ടിക് ആസിഡ് അടിഞ്ഞു കൂടുന്നു. ഗൗട്ടിന്റെ കേസിൽ സന്ധികളിൽ യൂറിക് ആസിഡ് ആണ് അടിഞ്ഞു കൂടുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. കോൺസെൻട്രിക്, എക്സെൻട്രിക്, ഐസോകൈനറ്റിക്, ഐസോടോണിക്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓർക്കുക, നീളം കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സെൻട്രിക് കോൺട്രാക്ഷൻ ആണ്. അതായത് പേശിയുടെ നീളം കോൺട്രാക്ഷൻ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നീളം കൂടുന്ന കേസ് ഉണ്ട്, ചിലപ്പോൾ നീളം കൂടാതെ ഇരിക്കാം. നീളം കൂടുന്നില്ല അല്ലെങ്കിൽ നീളത്തിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നമുക്ക് ഐസോമെട്രിക് കോൺട്രാക്ഷൻ എന്ന് പറയാം. ലെങ്ത് നമുക്ക് വ്യത്യാസം വരുന്നില്ല, കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഐസോമെട്രിക് ആണ്. വ്യത്യാസം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഐസോടോണിക് കോൺട്രാക്ഷൻ എന്ന് പറയും. ഐസോടോണിക് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് കോൺസെൻട്രിക് കോൺട്രാക്ഷനും ഉണ്ട്, ഒന്ന് എക്സെൻട്രിക് കോൺട്രാക്ഷനും ഉണ്ട്. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം കുറയുകയാണ്. നീളം കൂടുന്നത് ഏതാണ്? എക്സെൻട്രിക് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണ്? നീളം കൂടുന്നത്. 2021 നമുക്ക് പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിരുന്നതാണ് 10th ലെവൽ. അപ്പൊ നീളം കൂടുന്നെങ്കിൽ എക്സെൻട്രിക് ആണ്, കുറയുന്നെങ്കിൽ കോൺസെൻട്രിക് ആണ്, ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഐസോമെട്രിക് ആണ് എന്നുള്ളത് ഓർക്കുക. ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഐസോടോണിക് കോൺട്രാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതായിരിക്കും നമുക്ക് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. അപ്പൊ നമുക്ക് വാരിയെല്ലുകളുടെ എണ്ണം ചോദിക്കുമ്പോൾ 12 ജോഡി അല്ലെങ്കിൽ 24 വാരിയെല്ലുകൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേസമയം നമുക്ക് നട്ടെല്ല് രൂപപ്പെട്ടിരിക്കുന്ന കശേരുക്കളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എന്ത് വരും? 26 നമുക്ക് പറയാം അല്ലെ. നട്ടെല്ല് രൂപപ്പെട്ടിരിക്കുന്ന കശേരുക്കളുടെ എണ്ണം നമുക്ക് 26. അപ്പൊ നമുക്ക് അസ്ഥികളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ വരുന്ന അസ്ഥികൾ എന്ന് പറയുന്ന ടോട്ടൽ നമുക്ക് എത്രയായിരിക്കും? 29 എണ്ണമാണ് ടോട്ടൽ വരുന്നത്. എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് മാറല് എന്ന് പറയുന്ന ഒരു അസ്ഥി വരുന്നുണ്ട്. വാരിയെല്ലുകൾ 24 ആണ്. നട്ടെല്ല് രൂപപ്പെട്ടിരിക്കുന്ന കശേരുക്കൾ 26 ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ നമുക്ക് കയ്യിലെ അസ്ഥികൾ ചോദിച്ചാൽ ഒരു കയ്യിൽ 30 വെച്ച് ടോട്ടൽ 60 ആണ് എന്നുള്ളത് ഓർക്കുക. ഇതേ കാര്യമാണ് എവിടെയും വരുന്നത്, കാലിലും വരുന്നത്. ഒരു കാലിൽ 30 വെച്ചിട്ട് 2 കാലിലും ചേർത്തിട്ട് എത്ര ഉണ്ടായിരിക്കും? 60 ആയിരിക്കും വരുന്നത്. തോളില് രൂപപ്പെട്ടിരിക്കുന്ന അസ്ഥികളുടെ എണ്ണം ടോട്ടൽ എത്രയാണ്? 4 ആണ്. അതേപോലെ തന്നെ ഇടുപ്പല്ല് രൂപപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രോണി വലയം, ഇടുപ്പല്ല് രൂപപ്പെട്ടിരിക്കുന്ന അസ്ഥികളുടെ എണ്ണം 2 ആണ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഇതൊക്കെ കൂടി ചേർത്തിട്ട് ടോട്ടൽ എത്ര അസ്ഥികൾ ാണ് മനുഷ്യ ശരീരത്തിൽ എന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? 206 അസ്ഥികളാണ് എന്നുള്ളത് ഓർക്കുക. ജനന സമയത്ത് അല്ലെങ്കിൽ ഒരു നവജാത ശിശുവിലെ അസ്ഥികളുടെ എണ്ണം ചോദിക്കുമ്പോൾ എത്ര വരുന്നുണ്ടായിരിക്കും? അത് 300 അസ്ഥികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ചോദിച്ചാൽ 206 എന്നുള്ള നമ്പർ ഓർത്ത് വെക്കുക. ജനന സമയത്ത് അല്ലെങ്കിൽ ഒരു നവജാത ശിശുവിൽ കുഞ്ഞിന്റെ കേസ് ചോദിക്കുമ്പോൾ അത് 300 അസ്ഥികളാണ്, എണ്ണം കൂടുതലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഓർക്കേണ്ട ഇതേപോലെ ഒരു കാര്യമാണ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ നട്ടെല്ല് രൂപപ്പെട്ടിരിക്കുന്ന കശേരുക്കളുടെ എണ്ണം ചോദിക്കുമ്പോൾ 33 എന്ന് പറഞ്ഞ് കാണാം. അതെങ്ങനെയാ 33 വരുന്നത്? കുഞ്ഞുങ്ങളുടെ കേസിൽ എടുത്ത് ചോദിക്കുമ്പോൾ 33 ആണ് വരുന്നത്. ജനറൽ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 26 ആയിരിക്കും കശേരുക്കളുടെ എണ്ണം. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എത്ര ഉണ്ടായിരിക്കും? 33 കശേരുക്കൾ ചേർന്നിട്ടാണ് നട്ടെല്ല് രൂപപ്പെട്ടിരിക്കുന്നത്. വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അസ്ഥികൾ ജോയിൻ ചെയ്ത് ഒന്നായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ എണ്ണത്തിൽ കുറവ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നും പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സന്ധികളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഭാഗങ്ങളിലും വരുന്നത് ഏതൊക്കെ സന്ധികളാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൈക്കുഴ, കാൽക്കുഴ ഭാഗങ്ങളിൽ വരുന്നത് ഏതാണ് സന്ധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. നോക്കി, എന്നിട്ട് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി അല്ലേ, തെന്നി നീങ്ങുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ് എവിടെയാണ് നമുക്ക് വരുന്നത്? കൈക്കുഴ, കാൽക്കുഴ ഭാഗങ്ങളിലാണ് എന്നുള്ളത് ഓർക്കാം. ഗോളര സന്ധി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് തോളല്, ഇടുപ്പല്ല് ഭാഗത്ത് വരുന്നതാണ് ഗോളര സന്ധി. പിന്നെ കീലസന്ധി നമുക്ക് എവിടെയാണ്? കഴുത്തിന്റെ ഭാഗത്ത് വരുന്നതാണ് കീലസന്ധി. വിജാഗിരി സന്ധി എവിടെയാണ്? കൈമുട്ട്, കാൽമുട്ട് ഭാഗങ്ങളിൽ വരുന്നതാണ് ഏത്? വിജാഗിരി സന്ധി. കാൽമുട്ട്, കൈമുട്ട് ഭാഗത്ത് വിജാഗിരി സന്ധി. തോളല്, ഇടുപ്പല്ല് ഭാഗത്ത് നമുക്ക് ഗോളര സന്ധി. കഴുത്തിന്റെ ഭാഗത്ത് കീലസന്ധി. കൈക്കുഴ, കാൽക്കുഴ ഭാഗത്ത് തെന്നി നീങ്ങുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ് എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ആൻസർ വരുന്നത്? വൃക്കകളാണോ കരളാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് അല്ലെ. ആൻസർ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഈ വിസർജനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രിലിംസ് എക്സാമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുക. പ്രധാന വിസർജ്യ വസ്തു ഏത് എന്ന് ചോദിക്കും. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ വസ്തു എന്ന് പറയുന്നത് എന്താ? യൂറിയ ആണ് അല്ലെ. യൂറിയ നിർമ്മിക്കുന്നത് ഏത് അവയവമാണ് എന്ന് ചോദിച്ചാല് കരളാണ് എന്നുള്ളത് ഓർക്കുക. നമ്മുടെ ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്?
കരളാണ്. ഇനി നമ്മൾ പറഞ്ഞു യൂറിയ നിർമ്മിക്കുന്നത് കരളാണ് എന്നുണ്ടെങ്കിൽ യൂറിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? അത് പക്ഷെ കരളല്ല, എന്താണ്? വൃക്കയാണ്. അപ്പൊ വൃക്കയുടെയും കരളിന്റെയും പ്രത്യേകത ഓർക്കുക. നമുക്ക് യൂറിയ നിർമ്മിക്കുന്നത് ചോദിക്കുമ്പോൾ കരളാണ്, യൂറിയ പുറന്തള്ളുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് വൃക്കകളാണ് എന്നുള്ളത് ഓർക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ശരി. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണവസ്തു ഏത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? യൂറിയ, യൂറിക് ആസിഡ്, മെലാനിൻ, യൂറോക്രോം. ആൻസർ ഏതാണ്? യൂറോക്രോം ആണ്. ഓപ്ഷൻ ഡി അല്ലേ നമുക്ക് വരുന്ന. അപ്പൊ യൂറിൻ അല്ലെങ്കിൽ മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ യൂറോക്രോം ആണ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചോദിക്കാവുന്നതാണ് pH. pH എത്രയാണ്? 6 ആണ്. യൂറിന്റെ pH ചോദിക്കുമ്പോൾ 6 ആണ് എന്നുള്ളത് ഓർക്കുക. ബ്ലഡിന്റെ pH ചോദിച്ചിട്ടുണ്ട്, ഏതാണ്? 7.4 ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഉമിനീരിന്റെ pH ചോദിക്കും 6.2 to 6.8 അല്ലെങ്കിൽ ഒരു 6.4 ഈ ഒരു റേഞ്ചിൽ വരുന്നതാണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈറ്റമിൻസിൽ നിന്നുള്ളതാണ്. ജീവകം B3യുടെ രാസനാമം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. B3 ഏതാണ് നമുക്ക് വരുന്ന ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലെ, നിയാസിൻ ആണ് വൈറ്റമിൻ B3യുടെ രാസനാമം നമുക്ക് വരുന്നത്. ബയോട്ടിൻ ആണെങ്കിൽ ഏതാണ്? B7 ആണ്. പാൻതോത്തനിക് ആസിഡ് B5 ആണ്. പിരിഡോക്സിൻ ഏതാണ്? B6 ആണ്. ഇത്രയും മാത്രം പോരാ, നമ്മള് A, D, E, K വൈറ്റമിൻസ് B, C അതിൽ B തന്നെ B കോംപ്ലക്സിൽ വരുന്ന ഓരോന്നും എടുത്ത് ഓരോന്നിന്റെയും രാസനാമം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാം പഠിച്ചു വെക്കണം. ഇവിടെ ഇന്നത് എന്നില്ല, നമുക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനി തന്നിരിക്കുന്നതിൽ B കോംപ്ലക്സിൽ ഉൾപ്പെടാത്ത ജീവകം ഏത് ചോദിച്ചിട്ടുള്ളതാണ്. ഏതായിരിക്കും നമുക്ക്? അപ്പൊ ഇങ്ങനെ തരുന്ന ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാത്തിന്റെയും രാസനാമം അറിഞ്ഞെങ്കിലാണ് നമുക്ക് ഇതിൽ ഏതാണ് B കോംപ്ലക്സിൽ വരാത്തതെന്ന് അല്ലെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റൂ. അപ്പൊ ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത് ആൻസർ ഏതാ? ഇവിടെ നമുക്ക് വരുന്ന ഫില്ലോക്വിനോൺ ആണ് അല്ലെ. ആൻസർ ഓപ്ഷൻ എ ആണ്. കെ ആണ് ഏത്? ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെയുടെ നമ്മൾ പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ഇത് വൈറ്റമിൻ കെ. ഫില്ലോക്വിനോൺ ആണ് രാസനാമം. പിരിഡോക്സ് നമ്മൾ പറഞ്ഞു B6 ആണ്. ഫോളിക് ആസിഡ് ഓർക്കണം B9 ആണ്. റൈബോഫ്ലാവിൻ എന്താ? B2 ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, എല്ലാത്തിന്റെയും നോട്ട് ചെയ്യുക പേര്. പിന്നെ ജീവകം H എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഏതാണ്? റൈബോഫ്ലാവിൻ ആണോ, നിയാസിൻ ആണോ, അല്ലെങ്കിൽ ആൻസർ ഏതാണ്? ബയോട്ടിൻ ആണ് അല്ലെ. B7 ബയോട്ടിൻ ആണ് ഏത്? ജീവകം H എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജീവകം G ഉണ്ട്, അതേതാണ്? B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ്. H B7 ആണ്, G എന്ന് പറയുന്നത് B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ്. പിന്നെ ചോദിക്കുന്നതാണ് ജലത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതുമായിട്ടുള്ള ജീവകങ്ങൾ ഈ ഒരു ഭാഗത്തില്. BDCA ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ജലത്തിൽ ലയിക്കുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? നമുക്ക് ബിയും വരുന്നുണ്ട്, അതേപോലെ തന്നെ സിയും വരുന്നുണ്ട്. അടയ്ക്ക് കൊഴുപ്പ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്. എങ്ങനെയാണ്? ADEK വൈറ്റമിൻസ് കൊഴുപ്പിലാണ് ലയിക്കുക, അടയ്ക്ക് കൊഴുപ്പ്. ബാക്കി ബിയും സിയും ആണ് ഇത് ജലത്തിൽ ലയിക്കുന്നത്. 1ഉം 3ഉം ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്തത് ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. തന്നിരിക്കുന്നതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? വർണ്ണാന്തതയാണോ? അല്ല അല്ലെ. ആൻസർ ഏതാണ്? സിറോഫ്താൽമിയാണ്. സിറോഫ്താൽമിയ മാത്രമല്ല, നിശാന്തത എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വൈറ്റമിൻ എയുടെ അപര്യാപ്തത. ഓരോ വൈറ്റമിന്റെയും അപര്യാപ്തത ഏതൊക്കെ രോഗങ്ങൾക്ക് കാരണമാകുന്നു അത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗത്തില്. വർണ്ണാന്തത വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. നമുക്കറിയാം നമ്മുടെ കണ്ണിലെ കോൺ കോശങ്ങൾക്ക് തകരാറുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്നതാണ് വർണ്ണാന്തത. വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടാണ് നമുക്ക് എന്ത്? സിറോഫ്താൽമിയ, നിശാന്തത ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വായ്പുണ്ണിന് കാരണം. അതേപോലെ രോഗം വെച്ച് അടുത്ത ക്വസ്റ്റ്യൻ എന്തിന്റെ അപര്യാപ്തതയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും ഇവിടെ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ജീവകം ബിയുടെ അപര്യാപ്തതയാണ് എന്തിന് കാരണം? വായ്പുണ്ണിന് കാരണം. അത് ജനറൽ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അതല്ലാതെ B1, B2, B3 നമുക്കറിയാം. ബി കോംപ്ലക്സിൽ എത്ര വൈറ്റമിനുകൾ ഉണ്ട്? 8 വൈറ്റമിനുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട B1, B3, B6, B9 അതേപോലെ B12 ഇതൊക്കെ നമുക്ക് എക്സാമുകളിൽ ചോദിക്കാവുന്നതാണ് ബി ഗ്രൂപ്പിൽ എടുത്ത്. അപ്പൊ എല്ലാത്തിന്റെയും ഈ പറഞ്ഞിരിക്കുന്ന ബി ജനറൽ ആയിട്ട് പഠിച്ചാൽ മാത്രം പോരാ, വായ്പുണ്ണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. B1 ഏതാണ്, B3 ഏതാണ്, അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തെറ്റായ ജോഡിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അസ്കോർബിക് ആസിഡിന് സ്കർവി കാരണം നിയാസിൻ, ബെറിബെറി, കാൽസിഫെറോൾ, കണ, സയനോകൊബാലമിൻ, അനീമിയ. ഓരോന്നിന്റെയും ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് നിയാസിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B3 ആണ്. ഏതാണ്? ബെറിബെറി എന്നാണ് നമുക്കിവിടെ
തന്നിരിക്കുന്നത്. ശരിയാണോ? അത് അല്ല അല്ലെ, തെറ്റാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. B3യുടെ അപര്യാപ്തത മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഏത്? പെല്ലഗ്ര. ഓർത്ത് വെക്കുക, പെല്ലഗ്ര. 3D രോഗം, 4D രോഗം എന്നൊക്കെ ചോദിച്ചാല് നിയാസിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ഓർക്കുക. ബെറിബെറി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? B1 അല്ലെങ്കിൽ തയമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നതാണ് എന്നുള്ളത് ഓർക്കുക. ബാക്കിയൊക്കെ ശരിയാണ്. അസ്കോർബിക് ആസിഡ് സ്കർവി, കാൽസിഫെറോളിക് അണയാണ്. സൈനോകൊബാലമീൻ എന്താ? B12 ആണ്. അതെന്താണ്? അനീമിയക്ക് കാരണമാകുന്നു. ഏത് അനീമിയ? നമുക്ക് പെർനീഷ്യസ് അനീമിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? സൈനോകൊബാലമീൻ B12ന്റെ അപര്യാപ്തതയാണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, B6ന്റെ അപര്യാപ്തത എന്തിന് കാരണമാകുന്നു? മൈക്രോസൈറ്റിക് അനീമിയക്ക് കാരണമാകുന്നു. B9ന്റെ അപര്യാപ്തത എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയക്ക് കാരണമാകുന്നു. B12 ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു പെർനീഷ്യസ് അനീമിയ, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മൂന്നും ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽഷ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ജീവകം ഡി. എന്താണ്? കാൽഷ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന, ഫോസ്ഫറസിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ചോദിച്ചാല് വൈറ്റമിൻ ഡി ആണ്. അതേസമയം ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അത് വൈറ്റമിൻ സി ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ കാൽഷ്യത്തിന്റെ ആഗിരണം നോട്ട് ചെയ്യുക, വൈറ്റമിൻ ഡി ആണ് വരുന്നത്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമുക്ക് കഴിഞ്ഞ ഖാദി ബോർഡ് LD എക്സാമിൽ ചോദിച്ചിരുന്നതാണ്. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് കെ. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ ഇതിൽ നമുക്ക് തെറ്റായിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 4th വൺ നമുക്ക് ഇതില് തെറ്റാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഏതാണ്? ജീവകം സി ആണ് എന്നുള്ളത് ഓർക്കുക. അതാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് ഒക്കെ ഓർത്ത് വെക്കുക. നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള, കണ്ണ്, ത്വക്ക്, മുടിയുടെ ഒക്കെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജീവകം എ. അതേപോലെ ചുവന്ന രക്താണുക്കളുടെയും നാഡികളുടെയും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് കെ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മുറിവുണങ്ങാൻ സഹായിക്കുന്നത് ഏത് വൈറ്റമിൻ ആണ് എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ജീവകം സിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം. രക്തം കട്ട പിടിക്കുന്നത് കെ ആണ്, മുറിവുണങ്ങാൻ സഹായിക്കുന്നത് സി ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജീവകം സിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന ശരിയായിട്ടുള്ളത് അതായത് ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓക്കെ, അപ്പൊ പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു. ആന്റി ക്യാൻസർ വൈറ്റമിൻ യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഓപ്ഷൻ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഓരോ വൈറ്റമിൻസ്, അതിന്റെ ധർമ്മങ്ങൾ, അതിന്റെ അപര്യാപ്തത രോഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ വിടാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് പാല്, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. പാല്, മുട്ട എന്നിവയിൽ എന്തടങ്ങിയിട്ടില്ല? ജീവകം സി അടങ്ങിയിട്ടില്ല. ഇത് മെയിൻ ആയിട്ട് എന്തിനാണ്? പുളിരുചിയുള്ള നെല്ലിക്കയിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? ജീവകം സി ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. അതേപോലെ ഭക്ഷണത്തിലൂടെ അല്ലാതെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഇത് ജീവകം ഡി എന്ന് പറയുന്നത്. എങ്ങനെയാ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതു ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇരുമ്പാണ് നമുക്ക് വരുന്നത്. അതേപോലെ സോഡിയം നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് സോഡിയം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അസ്ഥികളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാതുക്കൾ ചോദിച്ചാൽ കാൽഷ്യം പറയാം. അതേപോലെ തന്നെ ഫോസ്ഫറസ്. ഇതുകൂടി പഠിച്ചു വെക്കണം. നമ്മുടെ സിലബസിൽ വൈറ്റമിൻസ് എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിലും ആ കൂടെ ഇത് നമുക്ക് ഒരു തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ധാതുക്കളൊക്കെ മെയിൻ ആയിട്ടുള്ളവരുടെ ഒക്കെ ഒരു ധർമ്മങ്ങൾ കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ മാംസത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്വാഷിയോർക്കർ എന്ന് പറയുന്ന രോഗം ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മാംസ്യത്തിന്റെ കുറവ് മൂലം പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് ക്വാഷിയോർക്കർ. മാംസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തിനു സഹായിക്കുന്നതാണ്? ശരീര വളർച്ചയ്ക്കും നിർമ്മിതിക്കും സഹായിക്കുന്ന നമ്മുടെ
പോഷക ഘടകം ചോദിക്കുമ്പോൾ ഓർക്കണം ഏതാണ്, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. CADK ആണ്. ആൻസർ ഏതാണ് നമുക്ക് വരുന്ന, വൈറ്റമിൻ K ആണ്. നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിക്കാം. ജീവകം K ആണ്. എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നു, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും, ജീവകം C ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കപ്പെടുന്നത് നമ്മൾ പറഞ്ഞു D ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്നതാണ് ഏത്, B2 എന്ന് പറയുന്ന വൈറ്റമിൻ. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കുന്ന D യെ കുറിച്ച് ഓർത്ത് വെക്കുക. പിന്നെ ചൂടാക്കുമ്പോൾ നശിക്കുന്ന C, തണുപ്പിക്കുമ്പോൾ നശിക്കുന്ന K, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, ഏത് ജീവകത്തിന്റെ അഭാവമാണ് മോണയിലെ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? അപ്പൊ രോഗം പഠിക്കുമ്പോ ആ രോഗം എന്താണ് അതിന്റെ ലക്ഷണം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്തായിരിക്കും ആൻസർ നമുക്ക് വരുന്ന, ജീവകം C ആണ് അല്ലെ. അതായത് സ്കർവി നമ്മൾ കണ്ടിരുന്നു. ജീവകം C അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്, മോണയിലെ പഴുപ്പും രക്തസ്രാവവുമാണ്. അപ്പൊ എന്താ രോഗം എന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിച്ച് ഒഴിയുന്ന അല്ലെങ്കിൽ ബലക്ഷയം സംഭവിക്കുന്ന കാരണം ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് എന്ത് പറയാം, ജീവകം D. കാരണം അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതായിരിക്കും, ജീവകം D ആണ്. അപ്പൊ ധർമ്മങ്ങൾ പഠിക്കുക, അപര്യാപ്തത രോഗങ്ങൾ പഠിക്കുക, പ്രധാനപ്പെട്ട സോഴ്സസ് നോട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മള് നമ്മുടെ റിവിഷൻ ക്ലാസ്സിലായിക്കോട്ടെ, ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ടോപ്പിക് വൈസ് ഒക്കെ പോയപ്പോഴത്തേക്കും നമ്മൾ പലതവണയായിട്ട് പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഓൾറെഡി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നുകൂടെ ഒന്ന്, പ്രത്യേകിച്ച് ആ റിവിഷൻ ക്ലാസ്സുകൾ, സോ അതൊക്കെ ഒന്ന് കണ്ടു തന്നെ പഠിക്കുക. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു കുറച്ച് ക്ലാസ്സുകളിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനിയാണെന്നുണ്ടെങ്കിലും. അപ്പൊ അവിടെ കുറേം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിടാതെ നമ്മൾ പഠിപ്പിച്ച് പോയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് രോഗങ്ങളിൽ ബാക്ടീരിയൽ രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും, ഹെപ്പറ്റൈറ്റിസ്, ക്ഷയം, ടെറ്റനസ്, കോളറ. രോഗങ്ങൾ പഠിക്കുമ്പോൾ ജനറൽ ആയിട്ട് ബാക്ടീരിയൽ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, പ്രോട്ടോസോവ മൂലം ഇതൊക്കെ പഠിക്കണം. അതല്ലാതെ പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏത് ടൈപ്പ് ബാക്ടീരിയ, ഏത് ടൈപ്പ് വൈറസ് എന്നൊക്കെ എടുത്ത് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസിന് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് വൈറസ് ആണ്. ബാക്കിയുള്ളതിന്റെ ഒക്കെ കേസിൽ വരുന്നത് എന്തായിരിക്കും, ബാക്ടീരിയ ആണ്. ക്ഷയം, ടെറ്റനസ്, കോളറ, പിന്നെന്താ കുഷ്ഠം, ഇതൊക്കെ എന്താണ്, നമുക്ക് ടൈഫോയിഡ് ആയിക്കോട്ടെ, ഇതൊക്കെ ബാക്ടീരിയൽ രോഗങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് എന്താണ്, വൈറസ് രോഗങ്ങളാണ്. കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നതാണ്. മാക്സിമം എല്ലാവരുടെയും കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കോഡുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഈ രോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് മാക്സിമം രോഗങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഇനി തന്നിരിക്കുന്നതിൽ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ബോട്ടുലിസം, വില്ലൻ ചുമ, സിഫിലിസ്, ഗൊണേറിയ, ബോട്ടുലിസം, ലീഷ്മാനിയാസിസ്, ടെറ്റനസ്, സിഫിലിസ്. അടുത്ത സെറ്റാണ്. സോ ഇതിനകത്ത് ആൻസർ വരുന്നത് ഏതായിരിക്കും, നമുക്ക് ഓപ്ഷൻ C ആണ്. ബോട്ടുലിസം ബാക്ടീരിയൽ രോഗം അല്ലേ, ബാക്ടീരിയൽ രോഗമാണ്. പിന്നെ എന്താ പ്രശ്നം, ലീഷ്മാനിയാസിസ് എന്തല്ല, ബാക്ടീരിയൽ രോഗം അല്ല. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ലീഷ്മാനിയാസിസ് എന്ന് പറയുന്നത്. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് മലമ്പനി. സോ അത് കുറച്ച് കൂടുതലായിട്ട് കുറച്ച് കാര്യമായിട്ട് തന്നെ മലമ്പനി പഠിച്ചു വെക്കണം. അതിന്റെ രോഗകാരി, രോഗപ്പകർച്ച, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ശരി. അപ്പം ലീഷ്മാനിയാസിസ് ആണെന്നുണ്ടെങ്കിലും മലമ്പനി, ലീഷ്മാനിയാസിസ് എന്താ, നമ്മൾ കരിമ്പനി എന്ന് പറയാറുണ്ട് അല്ലെ. കരിമ്പനി അല്ലെങ്കിൽ കാല അസർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കും. ഇതെന്താ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലീഷ്മാനിയാസിസ് ആണ്. ഇതൊക്കെ പ്രോട്ടോസോവയാണ് എന്നുള്ളത് ഓർക്കുക. ബാക്കി പറഞ്ഞിരിക്കുന്നതൊക്കെ വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്ടൂസിസ്, ബോട്ടുലിസം, സിഫിലിസ്, ഗൊണേറിയ, ടെറ്റനസ്, ഇതൊക്കെ എന്താണ്, ബാക്ടീരിയൽ രോഗങ്ങളിൽ വരുന്നതാണ്. ഇനി അടുത്ത് ചിക്കൻ ബോക്സിന് കാരണമാകുന്ന രോഗകാരി എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഇതൊരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞ എടുത്ത് നമുക്ക് ഇപ്പൊ ചിക്കൻ ബോക്സിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്, വൈറസ് ആണ്. ഏത് ടൈപ്പ് വൈറസ് ആണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. വെരിസെല്ല ഉണ്ട്, വെരിയോള, റുബിയോള, റൈനോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ആൻസർ ഏതായിരിക്കും? വെരിസെല്ല ആണ്. ഓർക്കണം, ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. പേര് മാറിപ്പോകരുത്, ബിക്കോസ് പേര് സിമിലർ ആണ്. വെരിസെല്ല ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? നമുക്ക് ചിക്കൻ പോക്സ് ആണ്. വെരിസെല്ല സോസ്റ്റർ. കഴിഞ്ഞ കുറച്ച് എന്താണ് മുമ്പ് നമുക്ക് ചോദിച്ചിരുന്ന ഒരു നടന്നിരുന്ന ഒരു എക്സാമിന് ചോദിച്ചിരുന്നു ചിക്കൻ പോക്സിന്റെ വാക്സിൻ ആയിരുന്നു. അപ്പൊ അവിടെ തന്നിരുന്ന ആൻസർ എന്താണ്? നമുക്ക് വെരിസെല്ല വാക്സിൻ എന്ന് പറഞ്ഞിട്ട്, അതായത് രോഗകാരി ഏതാണ്? വെരിസെല്ല വൈറസ് ആണ്. വാക്സിൻ ഏതാണ്? വെരിസെല്ല വാക്സിൻ ആണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വെരിയോള അല്ലെങ്കിൽ വെരിയോള വാക്സിൻ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, വെരിയോള എന്ത് രോഗമായിരിക്കും? ഓർക്കണം, വസൂരി എന്ന് പറയുന്ന രോഗം സ്മോൾ പോക്സിന്റെ രോഗകാരിയാണ്. റുബിയോള എന്തായിരിക്കും? 5-ാം പനിയുടെ രോഗകാരിയാണ് ഇത് റുബിയോള എന്ന് പറയുന്നത്. റൈനോ വൈറസ് എന്താണ്? നമുക്ക് ജലദോഷവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇത് റൈനോ വൈറസ്. ഇതൊക്കെ എന്താണ്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. എല്ലാം ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി ഏത്? ഇവിടെ ഓരോന്നും ജനറൽ ആയിട്ടല്ല, എടുത്ത് തന്നെ ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയ, വൈറസ് ആണെങ്കിൽ വൈറസ് എടുത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക്. ഇവിടെ തന്നിരിക്കുന്നത് മലമ്പനി, പ്ലാസ്മോഡിയം, എലിപ്പനി, മൈക്കോബാക്ടീരിയം, കോളറ, വിബ്രിയോ, മന്ത്, ഫൈലേറിയൽ വിര എന്ന് പറഞ്ഞിട്ടാണ്. തെറ്റായിട്ടുള്ള ജോഡി ഏതായിരിക്കും? നമുക്ക് ഓപ്ഷൻ ബി ആണ് അല്ലെ, എലിപ്പനി. എലിപ്പനിയുടെ രോഗകാരി എപ്പോഴും തന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ലെപ്റ്റോസ്പൈറ. ബാക്ടീരിയ ആണ് എന്നുള്ളത് ഓർക്കുക. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് ഇത് എലിപ്പനിക്ക് കാരണം. മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് എന്താണ്? ക്ഷയരോഗത്തിന്റെ രോഗകാരി. മൈക്കോബാക്ടീരിയം ലെപ്രെ എന്താണ്? കുഷ്ഠരോഗത്തിന്റെ രോഗകാരി. ഇത് രണ്ടും എന്താണ്? ബാക്ടീരിയൽ രോഗങ്ങളാണ്. പിന്നെ മലമ്പനിയുടെ കേസില് പ്ലാസ്മോഡിയം. ബാക്കിയൊക്കെ എന്താണ്? നമുക്ക് ശരിയാണ്. കോളറ, വിബ്രിയോ, മന്ത്, ഫൈലേറിയൽ വിര. മന്തൊക്കെ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് കൂടി നമുക്ക് ചോദിച്ചിരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങൾ. 4 ഓപ്ഷൻസ്: കോളറ, മലമ്പനി, മന്ത്, ചിക്കൻ പോക്സ്. ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? നമുക്ക് ആൻസർ ഏതാണോ ABCD നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വരും. മലമ്പനിയും മന്തും ചിക്കൻ പോക്സും എന്താണ്? നമുക്ക് കൊതുകുകൾ വഴിയാണ്. കോളറയാണെന്നുണ്ടെങ്കിൽ മലിനമാക്കപ്പെട്ടിട്ടുള്ള ജലം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ജീവി ചോദിക്കുമ്പോൾ ഈച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഓർക്കുക എന്താണ്. അതേപോലെ ഡെങ്കിപ്പനി ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? നമുക്ക് കൊതുകുകളാണ്. ഈ കൊതുകുകളെന്ന് മാത്രമല്ല, ഏത് ടൈപ്പ് കൊതുകാണ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏത് എന്നുള്ളതാണ്. ആൻസർ ഏതായിരിക്കും? ക്യൂലെക്സ്, അനോഫിലസ്, ഈഡിസ്. ഇതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. മന്ത് രോഗത്തിന്റെ കേസിൽ ഏത് കൊതുകുകളാണ് ഇത് പരത്തുന്നത്? ക്യൂലെക്സ് ആണ്. പിന്നെ അനോഫിലസ് കൊതുകുകൾ എന്ത് രോഗമാണ് വരുത്തുന്നത്? നമുക്ക് മലമ്പനി. മലമ്പനിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, പ്രോട്ടോസോവൽ രോഗമാണ്. ഓക്കെ, അപ്പൊ അത് അനോഫിലസ് പെൺകൊതുകുകളാണ് പരത്തുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഈഡിസ് കൊതുകുകൾ എന്തായിരിക്കും? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇതൊക്കെ എന്താണ്? ഈഡിസ് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളിൽ വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജലജന്യ രോഗങ്ങൾ. അതേപോലെ വായുവിലൂടെ പകരുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായുവിലൂടെ, ജലത്തിലൂടെ, കൊതുകുകൾ, ഈച്ച, ഇതൊക്കെ പഠിച്ചു വെക്കണം. സോ ജലജന്യ രോഗങ്ങളിൽ ഇവിടെ വരുന്നത് എന്തൊക്കെയുണ്ട്? നമുക്ക് ജലജന്യ രോഗങ്ങള് 4 ഓപ്ഷൻസിൽ നോക്കിയാൽ നമുക്കറിയാം ഓപ്ഷൻ ബി മാത്രമേ ഇതിൽ വരുന്നുള്ളൂ അല്ലെ. ഹെപ്പറ്റൈറ്റിസിന്റെ ഓരോ വകഭേദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ഒക്കെ എന്താണ്? നമുക്ക് ജലജന്യ രോഗങ്ങളിൽ വരുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്തല്ല? ജലജന്യ രോഗം അല്ല. എങ്ങനെയാണ്? ശരീരദ്രവങ്ങളിലൂടെ പകരുന്നതാണ് ബിയും സിയും കാര്യങ്ങളൊക്കെ. ക്ഷയരോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മലേറിയ ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് മലമ്പനി, കൊതുകുകളാണ് പരത്തുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നത്? ടെസ്റ്റ് പഠിക്കണം, വാക്സിൻ പഠിക്കണം, ഇതൊക്കെ പഠിക്കേണ്ടതാണ്. ടെസ്റ്റിലെ വൈഡൽ ടെസ്റ്റ് എന്താണ്? എപ്പോഴും കോമൺ ചോദിക്കുന്ന കാര്യമാണ്. ടൈഫോയിഡ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. വൈഡൽ ടെസ്റ്റ് ഓർക്കുക, ടൈഫോയിഡിന്റെ ടെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് എലൈസ ടെസ്റ്റ് ചോദിക്കാറുണ്ട്. അതേപോലെ വെസ്റ്റേൺ ബ്ലോട്ട് ഓർത്ത് വെക്കുക. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? PCR, നേവ, ഇതൊക്കെ നമുക്ക് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നമുക്ക് ഷിക് ടെസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടുണ്ട്. ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, കോമൺ ആയിട്ട് ചോദിക്കുന്ന ടൈഫോയിഡും ടൈഫോയിഡ് വൈറൽ ടെസ്റ്റും എലൈസ ഒക്കെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൻസൻസ് രോഗം എന്ന് വിളിക്കുന്നത് ഏത് രോഗത്തെയാണ് ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതായിരിക്കും? കുഷ്ഠമാണോ ക്ഷയമാണോ? ആൻസർ ഓപ്ഷൻ എ ആണ്. കുഷ്ഠരോഗത്തെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുക? ഹാൻസൻസ് രോഗം എന്ന് വിളിക്കും.
ഓക്കെ. പിന്നെ അതേസമയം നമ്മൾ വിളിക്കുന്ന അതായത് ക്ഷയരോഗത്തെ നമ്മൾ വിളിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ് ക്ഷയരോഗം. ബിക്കോസ് എങ്ങനെയാ നമ്മൾ അതിനെ പറയാം? രോഗങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷയരോഗമാണ് എന്നുള്ളത് ഓർക്കാം. കോക്ക് രോഗം, അതേപോലെ തന്നെ വെളുത്ത പ്ലേഗ് എന്നൊക്കെ വിളിക്കുന്നത് എന്തിനായിരിക്കും? ക്ഷയരോഗത്തെയാണ്. ഓക്കെ. അപ്പൊ ഈ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യുക. ഹാൻസൻസ് രോഗം കുഷ്ഠമാണ്, രോഗങ്ങളുടെ രാജാവ് ക്ഷയരോഗമാണ്. പക്ഷെ രാജകീയ രോഗം ചോദിച്ചിട്ടുണ്ട്. രാജകീയ രോഗം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? അത് ഹീമോഫീലിയ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഹീമോഫീലിയ ആണ് രാജകീയ രോഗം. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഈ കുഷ്ഠമാണ്. അടുത്തത് ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ വാക്സിൻ ആണ്? DPT. സോ DPT അതേപോലെയുള്ള ട്രൈവാലന്റ്, പെന്റാവാലന്റ് വാക്സിൻ ഒക്കെ ഏതൊക്കെ രോഗങ്ങൾക്കാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്തൊക്കെയായിരിക്കും? നമുക്ക് ക്ഷയം ഒഴിച്ച് ബാക്കി എന്തൊക്കെ, ക്ഷയം അതേപോലെ തന്നെ ടൈഫോയിഡും വരില്ല. ഇതൊക്കെ വരുന്നുണ്ട്. വില്ലൻ ചുമയും അതേപോലെ തന്നെ തൊണ്ടപുള്ളുമാണ് നമുക്ക് വരുന്നത്. 1ഉം 4ഉം ആൻസർ ഓപ്ഷൻ ബി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നു. സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ? ഒരു ട്രൈവാലന്റ് വാക്സിൻ ആണ്, 3 രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഡി എന്താ? ഡി ഫോർ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്, P ഫോർ പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, T ഫോർ ടൈഫോയിഡ് ആണോ? ടെറ്റനസ് ആണ്. ടെറ്റനസ് ആണ് T എന്ന് പറയുന്ന ഓർക്കാം. ഇത് 3 എന്താണ്? ബാക്ടീരിയൽ രോഗങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് പെന്റാവാലന്റ് വാക്സിൻ ചോദിക്കാം. പെന്റാവാലന്റ് വാക്സിൻ എന്ന് പറയുമ്പോൾ ആ പേരിലുണ്ട് 5 രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ ആണ്. സോ അത് ഏതൊക്കെ രോഗങ്ങളാണെന്ന് ചോദിച്ചാൽ ഓർക്കുക, ഈ പറഞ്ഞ DPT വാക്സിനിലെ 3 രോഗങ്ങളും അവിടെ വരുന്നുണ്ട്. പ്ലസ് 2 കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തുണ്ട്? ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വരുന്നുണ്ട്, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി രോഗമാണ് നമുക്ക് അടുത്തത് വരുന്നത്. ഓക്കെ. സോ ഡിഫ്തീരിയ അതായത് തൊണ്ടമുള്ള്, വില്ലൻ ചുമ, ടെറ്റനസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി രോഗം. ഇതിനാണ് പെന്റാവാലന്റ് വാക്സിൻ വരുന്നത്. നോട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാക്സിനുകളൊക്കെ ഏത് രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്? BCG ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? ക്ഷയരോഗത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക. IPV OPV ആണെന്നുണ്ടെങ്കിൽ എന്താ? അത് പോളിയോ വാക്സിൻ ആണ്. IPV OPV ഒക്കെ പോളിയോ വാക്സിൻ. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രോഗത്തിന്റെ ചികിത്സയാണ് MDT എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ചോദിച്ചിട്ടുള്ളതാണ്? നമുക്ക് ഓർക്കുക, ആൻസർ ഓപ്ഷൻ E ആണ്. കുഷ്ഠരോഗത്തിന്റെ ചികിത്സയാണ് ഇത് MDT എന്ന് പറയുന്നത്. അതേപോലെ ആർട്ട് ചോദിക്കാം. ആർട്ട് ഏതാണ്? എയ്ഡ്സ് ആണ്. പിന്നെ ഡോട്ട്സ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ക്ഷയരോഗമാണ്. സോ ഇങ്ങനെയുള്ള പേരുകൾ ഓർക്കുക. MDT ഏതാണ്? കുഷ്ഠരോഗമാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വന്നിരിക്കുന്ന മലമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. വൈറസ് രോഗാണുബാധയാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് രോഗകാരി. ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്നതാണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ? എന്താ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? തുടക്കത്തിലേ നമ്മൾ ഈ ഒരു ഭാഗത്തിൽ കണ്ടിരുന്നു. വൈറസ് രോഗാണുബാധയാണ്. അതായത് അതാണ് നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ശരിക്കും അതെന്താണ്? പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗമാണ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അവിടെ ജനറൽ ആയിട്ട് പഠിച്ചാൽ പോരാ, ഏതാണെന്ന് എടുത്തു പഠിക്കണം. പ്ലാസ്മോഡിയം പ്രോട്ടോസോവകളാണ് രോഗകാരികളായിട്ട് വരുന്നത്. പ്ലാസ്മോഡിയം വൈവാക്സ് തരാം, പ്ലാസ്മോഡിയം ഫാൽസിപാര, അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും തരാം. പ്ലാസ്മോഡിയം ആണ് ഏത്? മലമ്പനിക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ എന്നുള്ളത് ഓർത്തു വെക്കാം. സോ ഇവിടെ വരുന്നത് ഫസ്റ്റ് 1 ആണ് ഇതിൽ നമുക്ക് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി ഓക്കെ, തേർഡ് 1 നമുക്ക് ശരിയാണ്. ക്യൂലക്സ് കൊതുകുകൾ എന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അതും തെറ്റാണ് അല്ലെ? മലമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അത് അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് വരുത്തുന്നത്? നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മലമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിൽക്കുന്നത്. സോ ഫസ്റ്റ് 1 തെറ്റാണ്, തേർഡ് 1 നമുക്ക് തെറ്റാണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഇതിൽ നമുക്ക് ആകെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ദരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈലേറിയൽ വിരകൾ രോഗകാരികൾ, ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്ന രോഗം, രക്തക്കുഴലുകളിലും ലിംഫ് വാഹികളിലും വിരകൾ തങ്ങി നിൽക്കുന്ന രോഗം, എല്ലാം ശരി. ഇതിൽ ഏതാ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? എല്ലാം ശരിയാണ് അല്ലെ? രോഗകാരി ഓർക്കുക, വിരകളാണ്, ഫൈലേറിയൽ വിരകളാണ്, ക്യൂലക്സ് കൊതുകുകളാണ് പരത്തുന്നത് എന്നുള്ളത് ഓർക്കുക. എന്തിനെ ബാധിക്കുന്നു എന്ന് ചോദിക്കാം. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. ലിംഫ് വാഹികളിൽ എന്ത് തങ്ങി നിൽക്കുന്നു? ഈ ഫൈലേറിയൽ വിരകൾ തങ്ങി നിൽക്കുന്നു. അതാണ് കാലൊക്കെ വീർത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്നുള്ളത്
ഓർക്കുക. സോ അതായത് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ളത് ഏതൊക്കെ? പക്ഷാഘാതം, ടൈപ്പ് 1, പ്രമേഹം, എയും ബിയും ഇത് രണ്ടുമല്ല എന്ന് പറയുന്നുണ്ട്. ഏതായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? സി വരുമോ? നമുക്ക് ഇല്ല. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. അതായത് പക്ഷാഘാതം മാത്രമാണ് ഇതിൽ ജീവിതശൈലി രോഗമായിട്ടുള്ളത്. ടൈപ്പ് 1 പ്രമേഹം, പ്രമേഹം ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ടൈപ്പ് 1 പ്രമേഹം ഉണ്ട്, ടൈപ്പ് 2 പ്രമേഹം ഉണ്ട്. ഇതിൽ ജീവിതശൈലി രോഗം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓർക്കുക, ടൈപ്പ് 2 മാത്രമാണ് ജീവിതശൈലി രോഗം. ടൈപ്പ് 1 എന്തല്ല? ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രോഗമല്ല എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോ ഇതിൽ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായുവറകൾ പൊട്ടുന്ന രോഗാവസ്ഥയാണ് ഡാഷ്. ആസ്മ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ ഇവയൊന്നുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, എംഫിസിമ. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ്. അതില് പുകവലി മൂലം ഉണ്ടാകുന്ന എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് രോഗങ്ങളാണ്. സോ അപ്പൊ എംഫിസിമ എന്ന് പറയുന്നത് ഓർക്കുക, ഈ പറഞ്ഞതുപോലെ വായുവറകൾ പൊട്ടുന്നു പുകവലി മൂലം. അതിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ നമ്മുടെ വായുവറകളിൽ അടിഞ്ഞുകൂടി അത് പൊട്ടി നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ ഓർക്കണം, അത് എംഫിസിമയാണ്. അതേപോലെ തന്നെ നമുക്ക് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന വീക്കമാണ് ഏത്? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പരിസ്ഥിതിയുടെ ഭാഗത്ത് നിന്നാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തില് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ആണ്. വർഷം 24 ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും? നമുക്ക് സൗദി അറേബ്യ ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 23 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐവറി കോസ്റ്റ് ആണ് ഓർക്കുക. 22 കൂടി ഓർക്കുക, ഇതാണ് സ്വീഡൻ ആണ്. പാകിസ്ഥാൻ വരുന്നത് 21 അപ്പൊ സൗദി അറേബ്യ, ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും നമുക്ക് കോമൺ ആയിട്ട് ഹോസ്റ്റ് കൺട്രിയും ചോദിക്കും, അതേപോലെ തന്നെ നമുക്ക് തീമും ചോദിക്കുന്നതാണ്. അപ്പൊ 2024 പ്രമേയം എന്താണ്? ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? തീം എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതായിരിക്കും? ഒരേ ഒരു ഭൂമി. 4 ഓപ്ഷൻസ് ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? 24 ഓപ്ഷൻ ബി ആണ്. കഴിഞ്ഞ ദിവസം നമുക്ക് നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ LGS എക്സാമിൽ കൂടി ചോദിച്ചിരുന്നതാണ്. ഭൂമി പുനഃസ്ഥാപനം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. അതാണ് 24 നമ്മുടെ തീം എന്ന് പറയുന്നത്. ഹോസ്റ്റ് കൺട്രി നമ്മൾ പറഞ്ഞു സൗദി അറേബ്യ ആണ്. ഇനി 23 തീം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. 22 ഒരേ ഒരു ഭൂമി, ഓൺലി വൺ എർത്ത് എന്നുള്ളതാണ്. 21 ഏത്? പരിസ്ഥിതി പുനഃസ്ഥാപനം വരുന്നത്. ഓക്കെ, അപ്പൊ 24 പ്രത്യേകം നോട്ട് ചെയ്യുക. ഭൂമി പുനഃസ്ഥാപനം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഏതായിരിക്കും? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് എന്തിനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ഇതേപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും വരുന്നത്? പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ, അവര് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി ഉള്ളിലേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ളത് ഓർക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്, ക്ലോറോഫിൽ ആണ് ഏത്? സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു. പിന്നെ കെരോട്ടിൻ ആണെന്നുണ്ടെങ്കിലാണ് ഏത്? നമുക്ക് ഓറഞ്ച് നിറം വരുന്നത് കെരോട്ടിന്റെ കേസിലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സാന്തോഫിൽ വരുന്നുണ്ട്, ആന്തോസയനിൻ. സാന്തോഫിൽ എന്താണ്? നമുക്ക് മഞ്ഞ നിറവുമായിട്ട് ബന്ധപ്പെട്ട് സാന്തോഫിൽ വരുന്നുണ്ട്. അതേപോലെ റെഡ് പർപ്പിൾ നിറവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ആന്തോസയനിൻ വരുന്നത്. ഓരോന്നിന്റെയും നിറം, പ്രത്യേകിച്ച് ക്ലോറോഫിൽ ഓർക്കുക, പച്ച നിറം നൽകുന്നത് ക്ലോറോഫിലാണ്. പിന്നെ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ജീവികളും അവയുടെ പരസ്പര ബന്ധത്തെ, ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ പ്രകൃതിദത്തമായ ചുറ്റുപാടിന് ആവാസം എന്ന് പറയുന്നു. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയില് ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. ഇതൊക്കെ നമുക്ക് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇക്കോളജി എന്താണ്, ജീവമണ്ഡലം എന്താണ്, ആവാസ വ്യവസ്ഥ, ഇങ്ങനെയുള്ള പേരുകള് അതിന്റെ ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം.
അപ്പൊ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിന്റെ ആവാസം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ശരിയല്ലേ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതേപോലെ തന്നെ ഈ ആവാസ വ്യവസ്ഥയിൽ അപ്പൊ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ജീവിയ ഘടകങ്ങളും, ജീവനുള്ളവയും ഉണ്ട്, ജീവനില്ലാത്ത മണ്ണ്, ജലം, ഇതൊക്കെ എന്താണ്? അജീവിയ ഘടകങ്ങളാണ്. ഇതൊക്കെ കൂടി ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തല്ല, ജീവികളും അവയുടെ പരസ്പര അല്ലെങ്കിൽ അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ, അതിനെയാണ് ഇക്കോളജി എന്ന് നമ്മൾ പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ് ഇക്കോളജിയുടെ ഡെഫിനിഷൻ. നമുക്ക് ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന മേഖലയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും. ആദ്യത്തെ കണ്ണി എപ്പോഴും എന്തായിരിക്കും? മാംസഭോജി ആയിരിക്കില്ല. പിന്നെന്തായിരിക്കും? നമുക്ക് ഉൽപാദകരായിരിക്കും അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളായിരിക്കും എന്ന് നമുക്ക് പറയാം. ഉൽപാദകരായിരിക്കും അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളായിരിക്കും. ഉൽപാദകരെന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഊർജ്ജമടങ്ങിയ ആഹാരം സ്വയം നിർമ്മിക്കുന്നവരാണ്. ഓക്കെ, സോ അപ്പൊ ഇതും നമുക്ക് തെറ്റാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താണ്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം മാത്രമാണ് നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ളത്. കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. സി അല്ലേ? സി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആര്? ഭക്ഷ്യ ശൃംഖല ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ തലത്തിൽ ആരാണ്, രണ്ടാമത്തെ തലത്തിൽ, അങ്ങനെ നമുക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പോർഷൻ അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രാഥമിക ഉപഭോക്താവ് ആരാണെന്നുള്ളതാണ്. ആരായിരിക്കും നമുക്ക്? ആൻസർ ഓപ്ഷൻ സി, സസ്യഭുക്കാണ് ഇത് പ്രാഥമിക ഉപഭോക്താവായിട്ട് നമുക്കൊരു ഭക്ഷ്യ ശൃംഖലയിൽ വരുന്നത്. ആദ്യത്തെ പോഷണ തലത്തിൽ ആരായിരിക്കും? ഉൽപാദകനാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഉൽപാദകർ ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സസ്യങ്ങളാണ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളാണ്. അവരാണ് ഒന്നാം പോഷണ തലത്തിൽ വരുന്നത്. രണ്ടാമത്തെ ലെവലിൽ വരുന്നത് ആരാണ്? പ്രാഥമിക ഉപഭോക്താവാണ്. എന്ന് വെച്ചാൽ സസ്യത്തെ ഭക്ഷിക്കുന്ന സസ്യഭുക്കാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അതിനുശേഷം മൂന്നാമത്തെ പോഷണ തലത്തിലാണ് എന്ത് വരുന്നത്? ദ്വിതീയ ഉപഭോക്താവ് വരുന്നത്. അതായത് നമ്മുടെ മാംസഭുക്ക്. ഓക്കെ, ഓർക്കണം. അപ്പൊ ഒന്നാമത്തെ പോഷണ തലത്തിൽ സസ്യങ്ങളാണ്, 2ല് സസ്യഭുക്കാണ്, 3ലേക്ക് വരുമ്പോഴാണ് എന്ത് വരുന്നുള്ളൂ? മാംസഭുക്ക് വരുന്നുള്ളൂ എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ഒന്നാമത്തത് ഉൽപാദകരാണ്, രണ്ടാമത്തത് പ്രാഥമിക ഉപഭോക്താക്കൾ, അവരാണ് സസ്യഭുക്ക്. ദ്വിതീയ ഉപഭോക്താവ് മൂന്നാമത്തെ തലം, അതാണ് മാംസഭുക്ക്. സസ്യപ്ലവകങ്ങൾ എവിടെ വരാം? ഒന്നാമത്തെ പോഷണ തലത്തിൽ വരാം. അതായത് ജലഭക്ഷ്യ ശൃംഖലയില് ഇതേപോലെ തന്നെ നമുക്ക് ഊർജ്ജമടങ്ങിയ ആഹാരം നിർമ്മിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സസ്യങ്ങളും സസ്യപ്ലവകങ്ങളൊക്കെ എവിടെ വരാമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പോഷണ തലത്തില് ഉൽപാദകരായിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആണ്. ഭക്ഷ്യ ശൃംഖല കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതൊക്കെ? ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് ഉണ്ട്, നാഷണൽ പാർക്ക് ഉണ്ട്, ബയോസ്ഫിയർ റിസർവ് വരുന്നുണ്ട്. ആൻസർ ഏതായിരിക്കും നമുക്ക് വരുന്നത്? ഇൻസിറ്റുവിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവും. ആൻസർ ഓപ്ഷൻ സി അല്ലേ? ഇൻസിറ്റു എന്താണ്, എക്സിറ്റു എന്താണെന്ന് മനസ്സിലാക്കണം. ജൈവ വൈവിധ്യ സംരക്ഷണം അല്ലെങ്കിൽ ജീവികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 രീതികളാണ് ഇത്, ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ. ഇപ്പൊ നടക്കുന്ന എക്സാമുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻസിറ്റു എക്സിറ്റു ഏതൊക്കെയാണെന്ന് ഇതേപോലെ ചോദിക്കുന്നുണ്ട്. അതേപോലെ ഓരോന്നും ഇപ്പൊ ബയോസ്ഫിയർ റിസർവിന്റെ പ്രത്യേകത ഒക്കെ എടുത്ത് നമ്മളോട് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇൻസിറ്റു നമ്മൾ പറഞ്ഞു എന്താണ്? ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഇൻസിറ്റു. അതിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട്? വന്യജീവി സങ്കേതമുണ്ട്, ഈ കൊടുത്തിരിക്കുന്നത് പോലെ നാഷണൽ പാർക്കുകളുണ്ട്, ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഉണ്ട്, കാവുകളുണ്ട്, കമ്മ്യൂണിറ്റി റിസർവുകളൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? ഇൻസിറ്റു ആണ്. ഇനി ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് പ്രത്യേകം പരിരക്ഷിക്കുന്ന രീതിയാണ് ഏത്? എക്സിറ്റു കൺസർവേഷൻ. എക്സാമ്പിൾ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്, ജീൻ ബാങ്കുകളുണ്ട്. ഇതൊക്കെ ഇൻസിറ്റുവിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന്, വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുക, ഇതെല്ലാം കൂടി സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രൂപപ്പെട്ടിരിക്കുന്നവയാണ് ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ട്
നമ്മൾ ജൈവ വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുക. അപ്പൊ ആ ഭാഗം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോട്ട് ചെയ്യുക. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നാഷണൽ പാർക്കുകളാണ്. വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ പരിരക്ഷിച്ചുകൊണ്ട് വംശനാശം തടയുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ വരുന്നത്. വന്യജീവികളെ സംരക്ഷിക്കുന്ന കൂടെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങളും അവിടെയുള്ള ഭൗമ സവിശേഷതകളൊക്കെ കൂടി നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവ് നമ്മൾ പറഞ്ഞു ഇൻസിറ്റുവിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതും നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമുക്ക് പരിസ്ഥിതി സംഘടനയായ IUCN ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും? ജനീവ, ഗ്ലാൻഡ് ഒക്കെ തന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഗ്ലാൻഡ് ആണ്, ഓർത്ത് വെക്കുക. IUCN ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അടുത്തൊരു സംഘടനയാണ്. ഇതിന്റെയും ആസ്ഥാനം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിൽ തന്നെയാണ് വരുന്നത്. IUCN വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചോദിക്കുന്നതാണ്. റെഡ് ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? IUCN ആണ് എന്നുള്ളത് ഓർക്കുക. റെഡ് ഡേറ്റ ബുക്കിന് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് റെഡ് ഡേറ്റ ബുക്ക്. പബ്ലിഷ് ചെയ്യുന്നത് IUCN ആണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് ആസ്ഥാനം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, മീഥെയിൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഏതായിരിക്കും ഹരിതഗ്രഹ വാതകം അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന നമ്മുടെ ഹരിതഗ്രഹ വാതകമാണ്. അതേസമയം കാർബൺ മോണോക്സൈഡ് ഹരിതഗ്രഹ വാതകം അല്ല എന്നുള്ളത് ഓർക്കാം. CFC, മീഥെയിൻ, ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഇതൊക്കെ എന്തായിരിക്കും? നമുക്ക് നമ്മുടെ ഹരിതഗ്രഹ പ്രഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ഹരിതഗ്രഹ വാതകങ്ങളിൽ വരുന്നതാണ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് ഇതും എന്താണ്? ഹരിതഗ്രഹ വാതകങ്ങളിൽ വരുന്നതാണ്. ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ എന്ത് പറയും? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? 4 ഓപ്ഷൻസ് ആണ്. അപകടകരമായ മാലിന്യങ്ങളുടെ നിയന്ത്രണം, ഓസോൺ പാളിയുടെ ശോഷണം, ആണവോർജ ഉൽപാദനത്തിന്റെ നിയന്ത്രണം, ഹരിതഗ്രഹവാതകങ്ങളുടെ നിയന്ത്രണം. ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹരിതഗ്രഹ വാതകങ്ങളുടെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഏത്? ക്യോട്ടോ പ്രോട്ടോകോൾ. അതേസമയം നമുക്ക് ഇതേ ഇമ്പോർട്ടൻസിൽ പഠിക്കേണ്ട വേറൊന്നു കൂടി ഉണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താ? അത് ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ മോൺട്രിയൽ ഓസോൺ പാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ടത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് എന്നുള്ളത് ഓർക്കുക, തിരിഞ്ഞു പോകരുത്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. ഓസോണിനെ കുറിച്ച് പറയുമ്പോൾ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന ഘടകം നമുക്കറിയാം CFC ആണ്. ഓസോൺ ദിനം എന്നാണ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഡേറ്റ്സ് പഠിച്ചു വെക്കുക. ഓസോൺ ദിനം എന്ന് പറയുന്നത് എന്നാ? സെപ്റ്റംബർ 16 എന്നുള്ളത് ഓർക്കുക. കാരണം ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ചിരിക്കുന്നത് സെപ്റ്റംബർ 16 അന്നാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ അല്ല, മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞ അതാണ് ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് ഒപ്പുവെച്ചിരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 അതാണ് നമ്മൾ ഓസോൺ ദിനമായിട്ട് എന്ന് ആചരിക്കുന്നത്? സെപ്റ്റംബർ 16 ആചരിക്കുന്നത്. അപ്പൊ രണ്ടും ഓർക്കുക. മോൺട്രിയൽ ഓസോൺ പാളിയുമായിട്ട് ബന്ധപ്പെട്ട ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗ്രഹ വാതകങ്ങളുടെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തൊരു ഡേറ്റ് ചോദിച്ചിരിക്കുന്നത് ജലദിനം എന്നാണ് എന്നുള്ളതാണ്. ആൻസർ ഏതാണ്? മാർച്ചിലാണ്. ഓർക്കുക, ആൻസർ എന്ന് വരും. ആൻസർ ഓപ്ഷൻ ബി ആണ്. മാർച്ച് 22 ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ചോദിക്കാവുന്നതാണ്. വനദിനം എന്നാണെന്ന് ചോദിക്കാം. വനദിനം എന്നാണ്? അത് മാർച്ച് 21 ആണ് വനദിനം വരുന്നത്. ജലദിനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മാർച്ച് 22 ആണ്. കാലാവസ്ഥാ ദിനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ്? നമുക്ക് മാർച്ച് 23 ആണ്
പിന്നെ ക്ഷയരോഗ ദിനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മാർച്ച് 24 ഇതെല്ലാം കൂടി ചേർത്തൊരു കോഡിൽ നമ്മൾ പഠിക്കാം. അല്ല, വനജയുടെ കാലില് ക്ഷയമാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാം. വനജ, വനം, ജലം, അതായത് 21 തുടങ്ങി 24 വരെ. വനദിനം മാർച്ച് 21, വനജ എന്ന് പറയുമ്പോൾ ജലദിനം മാർച്ച് 22, കാലില് ക്ഷയം, കാലാവസ്ഥ 23, ക്ഷയരോഗ ദിനം 24. ഓക്കെ, അപ്പൊ ഇത് 4 ഒന്ന് പഠിച്ചു വെച്ചേക്ക. ക്ഷയരോഗമൊക്കെ ചോദിക്കുന്നതാണ്, ജലദിനം ചോദിച്ചിട്ടുള്ളതാണ്, വനദിനവും നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം. ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണ് റേച്ചൽ കേഴ്സൺ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? റേച്ചൽ കേഴ്സൺ ആണ് എന്നുള്ളത് ഓർക്കാം. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏത്? പലതവണ ചോദിച്ചിട്ടുണ്ട്, നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. എടുത്തു ചോദിക്കാം, DDT പോലെയുള്ള കീടനാശിനികള് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന നിശബ്ദ വസന്തം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. 1972 അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണമായിട്ടുള്ളത് ഏത് പുസ്തകമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമുക്ക് റേച്ചൽ കേഴ്സന്റെ നിശബ്ദ വസന്തമാണ്. ഈ പറഞ്ഞ പോയിന്റുകൾ എല്ലാം തന്നെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, റേച്ചൽ കേഴ്സൺ, നിശബ്ദ വസന്തം, DDT യെ കുറിച്ചാണ്, അല്ലെങ്കിൽ DDT പോലെയുള്ള കീടനാശിനികൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്. അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണം നിശബ്ദ വസന്തം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചേരുംപടി ചേർക്കുക. ഡോഡോ പക്ഷി, സഞ്ചാരി പ്രാവുകള്, ക്വാഗ. ആഫ്രിക്ക, മൗറീഷ്യസ് ദ്വീപ്, അമേരിക്ക. ഇവരുടെ പ്രത്യേകത എന്താ? അതായത് വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ജീവികളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ജീവികളുടെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? അതാണ് റെഡ് ഡേറ്റ ബുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ അപ്പം ഇങ്ങനെയുള്ള വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ജീവികളാണ്, അവരെവിടെയാണ് കാണപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ചേരുംപടി ചേർക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഡോഡോ പക്ഷികൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഏതാണ്? മൗറീഷ്യസ് ദ്വീപുകളിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. 1 B ആണ് നമുക്ക് വരുന്നത്. പിന്നെ സഞ്ചാരി പ്രാവുകൾ ഓർക്കുക, അമേരിക്കയാണ്. 2 C ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ്. ക്വാഗ ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക, ആഫ്രിക്കയിലാണ്. ഓക്കെ, കാട്ടു സീബ്ര ഇനമാണ് അവിടെ കാണപ്പെട്ടിരുന്നത്. ഓക്കെ, സോ ഡോഡോ പക്ഷികൾ മൗറീഷ്യസ് ദ്വീപ്, സഞ്ചാരി പ്രാവുകൾ അമേരിക്ക, ക്വാഗ, ഇക്വസ് ക്വാഗ എന്ന് പറയാം. ഓക്കെ, അതായത് ക്വാഗ അല്ലെങ്കിൽ ഒരു കാട്ടു സീബ്ര ഇനം. സോ ആഫ്രിക്കയിലായിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വനങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കർണാടകത്തിൽ വരുന്നതാണ് ഈ തന്നിരിക്കുന്നതിൽ. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ C ആണ്. എപ്പിക്കോ മൂവ്മെന്റ് ആണ്. ഏത്? 1983 കാലഘട്ടത്തില് കർണാടകത്തിൽ ആരംഭിച്ചിരിക്കുന്ന വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനം. സോ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ്? വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇത് തന്നിട്ട് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഇതൊക്കെ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കാം. അപ്പൊ എവിടെയാണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ചിപ്കോ മൂവ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന് പറയുന്ന പ്രദേശത്താണ്. ജംഗിൾ ബച്ചാവോ ആന്തോളൻ ആണ് എന്നുണ്ടെങ്കിൽ ബീഹാറിലെ സിംഗ്ഭം ജില്ലയിലെ ആദിവാസികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. എപ്പിക്കോ മൂവ്മെന്റ് നമ്മൾ കണ്ടു, കർണാടകത്തിലാണ് എന്നുള്ളത് ഓർക്കുക. വൈഷ്ണോയി മൂവ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാലങ്ങളിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ് ആണ്, 1700 കാലഘട്ടങ്ങളിൽ. സോ അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓർത്തു വെക്കുക, രാജസ്ഥാനിലെ ഖജാർലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് എവിടെയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ എവിടെയാണെന്ന് നോട്ട് ചെയ്യണം. അതേപോലെ നേതൃത്വം നൽകിയത് ചോദിക്കുമ്പോൾ ഇവിടെ തെറ്റായ ജോഡി ഏത് എന്ന് പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോ ഇതില് വൈഷ്ണോയി മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു എവിടെയാണ്? രാജസ്ഥാനായിരുന്നു. സോ നേതൃത്വം നൽകിയത് അമൃത ദേവി എന്ന് തന്നിട്ടുണ്ട്. ചിപ്കോ മൂവ്മെന്റ് സുന്ദർലാൽ ബഹുഗുണ, എപ്പിക്കോ മൂവ്മെന്റ് പാണ്ഡുരംഗ ഹെഗ്ഡെ, എല്ലാം ശരിയാണെന്ന് തന്നിട്ടുണ്ട്. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരുന്നത്. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ D ആണ്. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. ഓർക്കുക, നമ്മൾ പറഞ്ഞു ജംഗിൾ ബച്ചാവോ ആന്തോളൻ നമ്മൾ കണ്ടിരുന്നു, സിംഗ്ഭം ജില്ലയിലെ ആദിവാസികൾ നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. വൈഷ്ണോയി മൂവ്മെന്റ് ഓർക്കുക, അമൃത ദേവി. ചിപ്കോ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഉത്തരാഖണ്ഡിലെ
ചമോലി എന്ന് പറയുന്ന സ്ഥലത്താണ്. സുന്ദർലാൽ ബഹുഗുണ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. എപ്പിക്കോ മൂവ്മെന്റ് ഓർക്കുക, കർണാടകയിലെ പാണ്ഡുരംഗ ഹെഡ്ഗെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം നമുക്ക് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്നുള്ളതാണ്. ആൻസർ ഏതായിരിക്കും ഓർക്കുക? കേരളത്തിന്റെ ഹരിത ശ്വാസകോശം അല്ലെങ്കിൽ കൊച്ചിയുടെ ഹരിത ശ്വാസകോശം അല്ലെങ്കിൽ ശ്വാസകോശം എന്നൊക്കെ പറയുന്നതാണ് ഏത്? അവിടെ നമുക്ക് സ്ഥിതി ചെയ്യുന്ന മംഗളവനം. കേരളത്തിലെ നമുക്ക് ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് ഏത്? മംഗളവനം എന്ന് പറയുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? കേരളത്തിന്റെ ഹരിത ശ്വാസകോശം. ഓക്കെ, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതേപോലെ നമുക്കിവിടെ നമുക്ക് ഇതിനു മുൻപൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത് ഏത് എന്നായിരുന്നു നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത് എന്തിനെയാ? ഓർക്കുക, ആമസോൺ മഴക്കാടുകളാണ്. ആമസോൺ മഴക്കാടുകളാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസോൺ പാളിയാണ്. കുറച്ചു മുൻപ് നമ്മൾ കണ്ടിരുന്നു, മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓസോൺ പാളിയാണ് ഇങ്ങനെ വിളിക്കുക. ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ മഴക്കാടുകളാണ്. അപ്പൊ അതേപോലെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന് എത്ര ശതമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നൽകുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ തവണ നമുക്ക് നടന്ന ഖാദി ബോർഡ് LDക്ക് ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്ര ശതമാനമാണെന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ്, 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് വിളിക്കുന്നത്. എത്രത്തോളമാണ് ടോട്ടൽ ഓക്സിജൻ നൽകുന്നത്? നമുക്ക് 20% ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, 1980 ആണ്. ഓർക്കുക, വന നിയമം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എന്നാണ് 1927 നിലവിൽ വന്നു. 27 തിരിച്ചിടുമ്പോൾ 72 ആയി. 72ന്റെ പ്രത്യേകത എന്താ? വന്യജീവി സംരക്ഷണം. ആദ്യം നമുക്ക് 27 വന നിയമം വന്നു. അതിനുശേഷം വന്യജീവി സംരക്ഷണ നിയമം 1972. പിന്നെ 1980 ആണ് ഏത്? വന സംരക്ഷണ നിയമം. 86 എന്താ? പരിസ്ഥിതി സംരക്ഷണ നിയമം. 4 വർഷങ്ങളും നോട്ട് ചെയ്യാം. ഓക്കെ, വന നിയമം 27, വന്യജീവി സംരക്ഷണം 72, വനസംരക്ഷണം 80, 86 എന്താ? പരിസ്ഥിതി സംരക്ഷണം. ഓക്കെ, ഇനി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്, അരിപ്പ, പീച്ചി, വഴുതക്കാട്, കോട്ടയം. ഏതായിരിക്കും ആൻസർ? പീച്ചയാണ്. തൃശ്ശൂര് പീച്ചയാണ് ഇതിന്റെ ആസ്ഥാനം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസ്ഥാനം എല്ലാത്തിന്റെയും കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു പീച്ചയാണ്. അതേസമയം കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? അതാണ് അരിപ്പയിൽ വരുന്നത്, തിരുവനന്തപുരം അരിപ്പ. അതെന്താണ്? കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടു പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വഴുതക്കാടാണ് വരുന്നത്, തിരുവനന്തപുരമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ്? കോട്ടയമാണ് നമുക്ക് വരുന്നത്. സോ ഇങ്ങനെയുള്ള ഓരോന്നിന്റെയും ആസ്ഥാനം എവിടെയാണെന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനദിനം. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു എന്നാണ് കോഡ് വെച്ച് പറഞ്ഞിരുന്നത് അല്ലെ. മാർച്ച് 21 വനദിനം, 22 ജലദിനമാണ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ ഈ ഭാഗത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിക്കും. എന്നായിരിക്കും? മെയ് 22. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22 എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏത് ദേശീയോദ്യാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായിട്ട് നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഓർക്കുക ഏതാണ്? സൈലന്റ് വാലി ആണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ കേന്ദ്രം സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. എന്തുകൊണ്ടാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായിട്ട് നിലനിർത്തപ്പെടുന്നത്? അവിടെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, അതേപോലെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം. 4 ഓപ്ഷൻസ് ഇവിടെയും ഉണ്ട്. ആൻസർ ഏതായിരിക്കും വരുന്നത്? ഇരവികുളമാണ്. നമുക്ക് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ദേശീയോദ്യാനമാണ് ഇത്, ഇരവികുളം നാഷണൽ പാർക്ക്. സോ വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദേശീയോദ്യാനമാണ്, ഓർത്തുവെക്കുക, ഇരവികുളം നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷി നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആൻസർ ഏതായിരിക്കും? തട്ടേക്കാടാണ്. ഓർത്തുവെക്കുക. ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? തട്ടേക്കാടാണ്. ആരുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരുടെ ആയിരിക്കും? ഓർത്തുവെക്കുക. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതും എന്ത് തന്നെയാണ്? ഡോക്ടർ സലിം അലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഡോക്ടർ സലിം അലി പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട്. അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ സലിം അലി, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്താണ് പിന്നെ അതേപോലെ തന്നെ ബേർഡ്സ് ഓഫ് ഇന്ത്യ, അതേപോലെ ബേർഡ്സ് ഓഫ് കേരള, ഈ ബുക്കുകളുടെ ഒക്കെ ഓതർ ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഡോക്ടർ സലിം അലി ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. അതേപോലെ ഓർക്കേണ്ടത് ഒരു ഡേറ്റ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. നവംബർ 12. എന്താ പ്രത്യേകത? ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഈ ദിവസമാണ് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ചോദിക്കാം. ഓക്കെ, ഇദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള, അതേപോലെ ആത്മകഥ നമ്മൾ പറഞ്ഞു ഒരു കുരുവിയുടെ പതനം. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഓർത്തുവെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആരോഗ്യക്ഷേമ പദ്ധതികളിൽ നിന്നാണ്. ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. ആൻസർ ഏതാണ് വരുന്നത്? ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയുമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അമൃതം ആരോഗ്യം പദ്ധതി. ഇപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് പദ്ധതികളിൽ ഒന്നാണ് അമൃതം ആരോഗ്യം. ഓർക്കുക, ജീവിതശൈലി രോഗങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഓപ്ഷൻസ് ഇപ്പൊ പറയുന്നില്ല, ബിക്കോസ് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും അത് ഓരോന്ന് ആൻസർ ആയിട്ട് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പം ഫസ്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20 വയസ്സിൽ താഴെയുള്ള ടൈപ്പ് 1 പ്രമേഹ ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ്. സാന്ത്വനം, അമൃതം ആരോഗ്യം, മിഠായി, വയോ, അമൃതം പദ്ധതി. ആൻസർ ഏതായിരിക്കും നമുക്ക് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓർക്ക, മിഠായി. അതായത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. കുട്ടികൾ എന്ന് പറയുമ്പോൾ 20 വയസ്സിൽ താഴെയുള്ളവരാണ്, അല്ലെങ്കിൽ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തരാം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചിട്ടുള്ള 20 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഠായി എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ശരി. വയോ അമൃതം എന്ന് പറഞ്ഞാൽ ആ പേരിലുണ്ട്, അത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇനി അതിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ച പദ്ധതി. അതായത് മനുഷ്യരുടെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ ആരോഗ്യം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതി. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. വൺ ഹെൽത്ത് മിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് വൺ ഹെൽത്ത് എന്ന് പറയുന്ന പദ്ധതി. പിന്നെ ഇവിടെ ശലഭം, ആരോഗ്യ കിരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഉപഭോക്താക്കൾ ആര് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആരോഗ്യ കിരണം ഒക്കെ ആണെങ്കിൽ ഓർക്കുക 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ശലഭം പദ്ധതിയും ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുമ്പോ നവജാത ശിശുക്കളാണ് എന്നുള്ളത് ഓർക്കുക. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആരോഗ്യ കിരണം ഓർക്കുക 18 വയസ്സിൽ താഴെയുള്ള മാരക രോഗങ്ങളൊക്കെ ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതികളിൽ വരുന്നതാണ് ആരോഗ്യ കിരണം. ഓക്കെ, ശലഭം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആശ്വാസ കിരണമാണ്. ഇപ്പൊ നമ്മൾ ആരോഗ്യ കിരണം പറഞ്ഞു. ആശ്വാസ കിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമുക്ക് ഏതാണ് ആൻസർ? ആശാ പ്രവർത്തകരുണ്ട്, അംഗനവാടി പ്രവർത്തകരുണ്ട്, കിടപ്പ് രോഗികളും രോഗികളെ പരിചരിക്കുന്നവരും ഉണ്ട്. ആശ്വാസ കിരണം എന്ന് പറയുമ്പോൾ ഓർക്കണം, ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആശ്വാസ കിരണം എന്ന് പറയുമ്പോൾ ആശ്വാസം കൊടുക്കുന്നത് ആർക്കാണ്? കിടപ്പ് രോഗികൾക്കല്ല, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസകിരണം. അവർക്കാണ് ആശ്വാസം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. ഓർക്കണം, ആശ്വാസകിരണം. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ കുറെ പദ്ധതികൾ ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക്. പിന്നെ ഇനി അടുത്തത് വന്നിരിക്കുന്നത്
സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ്. ഇതും ഇപ്പൊ നമുക്ക് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നു ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വരും. ശലഭം പദ്ധതിയാണ്. നവജാത ശിശുക്കളുടെ ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ആണ് എന്നുള്ളത് ഓർക്കുക. ഏത്? ശലഭം പദ്ധതി എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ശരി. ആയുർദളം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചോദിക്കാം. ആയുർദളം പദ്ധതി എന്ന് പറയുമ്പോൾ ഓർക്കുക എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് എന്നുള്ളത് ഓർക്കുക. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ആയുർദളം മിഠായി ഓൾറെഡി നമ്മൾ പറഞ്ഞു. രാരീരം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേരിൽ കുഞ്ഞുണ്ട്, കുഞ്ഞുങ്ങൾ മാത്രമല്ല അമ്മമാരും ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള്, പ്രസവിച്ച അമ്മമാര്, അവരുടെ പരിചരണം, അതേപോലെ തന്നെ നവജാത ശിശുക്കളുടെ പരിചരണം, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് രാരീരം പദ്ധതി. അപ്പൊ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും എന്താണ്? നമ്മുടെ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി. നോട്ട് ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, മാതാപിതാക്കൾ മരിച്ച കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതായിരിക്കും നമുക്ക് വരുന്നത്? പേരിലെല്ലാം ഒരേപോലെയാണ് അല്ലെ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്നേഹപൂർവം പദ്ധതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഓപ്ഷൻസിൽ നോട്ട് ചെയ്യുക. സ്നേഹപൂർവം എന്ന് പറയുന്ന മാതാപിതാക്കൾ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ മരിച്ച കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ധനസഹായം നൽകുന്ന, പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യന് കൂടി നോക്കാം. അവിവാഹിതരായ അഗതികളായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേ ഭാഗത്തുനിന്ന് വരുന്നതാണ്. സ്നേഹപൂർവ്വമല്ല, നമ്മൾ കണ്ടു, അതും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇനിയുള്ളത് ആൻസർ എന്തായിരിക്കും നമുക്ക് വരുന്നത്? ഇതാണ് സ്നേഹസ്പർശം. രണ്ടും ചോദിച്ചിട്ടുണ്ട്. സ്നേഹപൂർവ്വം ഓർക്കുക. സ്നേഹസ്പർശം എന്ന് പറയുന്ന അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക്, അഗതികളായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഓക്കെ, ഇനി സ്നേഹക്കൂട് പദ്ധതി എന്ന് പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് ഏത്? സ്നേഹക്കൂട് എന്ന് പറയുന്ന പദ്ധതി. സ്നേഹ സാന്ത്വനമാണെങ്കിൽ ഇതിന്റെ ഉപഭോക്താക്കളെ കുറിച്ച് ചോദിച്ചാൽ അത് എൻഡോസൾഫാൻ ദുരിതബാധിതരാണ്. സോ അതുമൂലം വൈകല്യം സംഭവിച്ച അല്ലെങ്കിൽ കിടപ്പിലായവർക്കൊക്കെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഏത്? സ്നേഹ സാന്ത്വനം പദ്ധതി. പേരുകൾ മാറിപ്പോകരുത്. സ്നേഹസ്പർശം, സ്നേഹപൂർവ്വം അത് കുട്ടികൾക്ക്, സ്നേഹ സാന്ത്വനം എൻഡോസൾഫാൻ ദുരിതബാധിതര്, സ്നേഹക്കൂട് നമ്മൾ പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്തത് 18 വയസ്സിലെ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സാ സഹായ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ ഏതായിരിക്കും വരുന്നത്? താലോലമാണ്. ഓപ്ഷൻ സി ആണ്. ഇപ്പൊ നടക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്ക് കാണാം ഈ പറഞ്ഞിരിക്കുന്ന താലോലമാണെങ്കിലും അമൃതം ആരോഗ്യം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ശലഭമൊക്കെ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചതൊക്കെ ഈ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഇനിയും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ ഓർക്കുക, ഇത് ആർക്കാണ്? കുട്ടികളാണ്. 18 വയസ്സിലെ താഴെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ഇത് താലോലം പദ്ധതി. ആർദ്രം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. സുകൃതം പദ്ധതി, ഇതിന്റെ ഉപഭോക്താക്കൾ ആരാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗികളാണ്. അതായത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽസിൽ ക്യാൻസർ ചികിത്സ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് സുകൃതം പദ്ധതി എന്നുള്ളത് ഓർത്ത് വെക്കാം. അശ്വമേധം എന്ന് പറയുന്നത് കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, സോ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് അശ്വമേധം. അതായത് കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പ്രമേഹ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി അഥവാ നേത്രപടല അന്ധത നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. മിഴി, കാഴ്ച, നയനാമൃതമുണ്ട്. ആൻസർ എന്താണ്? റീസെന്റ് ആയിട്ട് നടന്നൊരു എക്സാമിന് കൂടി ചോദിച്ചിരുന്നു. നയനാമൃതമാണ്. അതായത് പ്രമേഹജന്യ നേത്രപടല രോഗം, അതും അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സയും രോഗനിർണയം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി നയനാമൃതം. കണ്ണ് പ്ലസ് അമൃതം എന്ന് പറയുമ്പോൾ നമുക്ക് ഡയബറ്റിസിലേക്ക് പോകാനായിട്ട് പറ്റും. അങ്ങനെ ഓർത്ത് വെക്കുക. മിഴി, കാഴ്ചയൊക്കെ ഇതേപോലെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ പേരിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മിഴി എന്ന് പറയുമ്പോൾ അത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത്
സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് നമുക്കറിയാം കാഴ്ച വൈകല്യമുള്ളവർക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഉണ്ട്. അതാണ് മിഴി എന്ന് പറയുന്ന പദ്ധതി. കാഴ്ചയാണെന്നുണ്ടെങ്കിൽ യുവാക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ കാഴ്ച വൈകല്യമുള്ള വെല്ലുവിളികൾ നേരിടുന്ന യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് കാഴ്ച എന്ന് പറയുന്നത്. അതേപോലെ നയനാവത, അത് ഡയബറ്റിക് റെറ്റിനോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രമേഹജന്യ നേത്രപടല രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദപരമാക്കുക അല്ലെങ്കിൽ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ്. ആൻസർ നമുക്ക് ആർദ്രം പദ്ധതിയാണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയെ ജനസൗഹാർദ്ദപരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന പദ്ധതി. ഓർക്കുക, ഇവിടെ എന്ത് ഉൾപ്പെടുന്നില്ല? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടുന്നില്ല. ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വെച്ചിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൂടി ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ഓർക്കുക, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ബേസ് ചെയ്ത് മാത്രമുള്ളതാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? മൃതസഞ്ജീവനി. ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബ്രാൻഡ് അംബാസിഡർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, മോഹൻലാൽ ആണ്. ഓക്കെ, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രമേഹ രോഗികളായ മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും? ഇവിടെയും നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. മിഠായി കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. വയോ മധുരമുണ്ട്, വയോ അമൃതമുണ്ട്. ഏതായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, വയോ മധുരം പദ്ധതിയാണ്. ഓക്കെ, BPL വിഭാഗത്തിൽ വരുന്നവർക്ക് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് ഏത്? നമുക്ക് വയോ മധുരം പദ്ധതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയോ അമൃതം പദ്ധതി, മന്ദഹാസം ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മിഠായി നമ്മൾ പറഞ്ഞിരുന്നു, ഇത് 20 വയസ്സിന് താഴെയുള്ളവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് മിഠായി വരുന്നത്. സോ വയോ മധുരം നമ്മൾ കണ്ടു. വയോ അമൃതം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നമുക്ക് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. ഇത് തമ്മിൽ മാറിപ്പോകരുത്, വയോ മധുരം വയോ അമൃതം. പിന്നെ മന്ദഹാസം നമ്മൾ പറഞ്ഞു, അതും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മന്ദഹാസം എന്ന് പറയുമ്പോൾ അവിടെ ചിരിയുണ്ട് അല്ലെ, അതായത് നമ്മുടെ പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൃത്രിമ ദന്തനിര നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഇത്. മന്ദഹാസം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന വിളകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. തന്നിരിക്കുന്നതില് ഏതിന്റെ സങ്കര ഇനമാണ് സൊനാലിക്കയാണ് കൊടുത്തിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ആണ്. നെല്ല്, ഗോതമ്പ്, തക്കാളി, വെണ്ട. ഇതിൽ ഏതായിരിക്കും സൊനാലിക്ക എന്ന് പറയുന്നത്? ഓർത്തു വെക്കുക, ഓപ്ഷൻ ബി ആണ്. ഗോതമ്പിന്റെ ഇനങ്ങളാണ് സൊനാലിക്ക, കല്യാൺ സോന, അതേപോലെ തന്നെ അർജുൻ. ഇതൊക്കെ എന്തായിരിക്കും? നമുക്ക് ഗോതമ്പിന്റെ ഇനങ്ങളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തെങ്ങ്, അതേപോലെ നെല്ല്, പിന്നെ വെണ്ട, പയറ്, പാവൽ. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ തെങ്ങിന്റെ കേസിൽ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഏത്? തെങ്ങിന്റെ ഇനം അല്ലാത്തത് ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്രശങ്കര. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഏതായിരിക്കും നമുക്ക് വരുന്ന? ഓപ്ഷൻ സി ആണ്, അക്ഷയ. അക്ഷയ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അനഘ, പിന്നെ നമുക്ക് മുക്തി. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? തക്കാളിയുടെ ഇനങ്ങളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ബാക്കിയുള്ളതൊക്കെ തെങ്ങാണ്. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, അതേപോലെ തന്നെ ഗംഗബോന്തം, പിന്നെ ചാവക്കാട് ഓറഞ്ച്. ഇതൊക്കെ തെങ്ങിന്റെ ഇനങ്ങളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അക്ഷയ എന്തല്ല, തെങ്ങല്ല, അത് തക്കാളിയുടെ ഇനമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതും ചോദിച്ചിരുന്നതാണ്. നെല്ലിനം ഏത് എന്ന് തെരഞ്ഞെടുക്കാനാണ്. ചന്ദ്രലക്ഷ, ഗംഗബോന്തം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് രണ്ടും തെങ്ങിന്റെ ഇനങ്ങളാണ്. കിരൺ, അന്നപൂർണ. ഇതിൽ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, അന്നപൂർണ. അന്നം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചോറ്, നെല്ലിലേക്ക് പോവുക. അന്നപൂർണ, അതേപോലെ തന്നെ പവിത്ര, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹ്രസ്വ. ഇതൊക്കെ എന്തായിരിക്കും? നെല്ലിന്റെ ഇനങ്ങളാണ്. കിരൺ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് വെണ്ടയുടെ ഇനമാണ് എന്നുള്ളത് ഓർക്കുക. കിരൺ, അതേപോലെ സൽകീർത്തി ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെണ്ടയാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഹൈഡ്രോപോണിക്സ്, ഫ്ലോറികൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ ആണ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഏത്? ആൻസർ ഓപ്ഷൻ എ, ഹൈഡ്രോപോണിക്സ്.
ഹൈഡ്രോപോണിക്സും ഉണ്ട്, അതേപോലെ തന്നെ എയ്റോപോണിക്സും ഉണ്ട്. ഓക്കെ, ഹൈഡ്രോപോണിക്സും ഉണ്ട്, എയ്റോപോണിക്സും ഉണ്ട്. രണ്ടും മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ്. ഓർക്ക് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ലായനിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ വളർത്തുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത്. എയ്റോപോണിക്സ് എന്ന് പറയുമ്പോൾ ആ പേരിലുണ്ട്, നമ്മൾ വായുവിലാണ്, അതായത് വേരുകൾ വളർന്നിറങ്ങുന്നത് വായുവിലേക്ക് തന്നെയാണ്, എന്നിട്ട് നമ്മൾ അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയും ഓർത്താലും മതി, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രണ്ടെണ്ണം, എയ്റോപോണിക്സും ഹൈഡ്രോപോണിക്സും. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ പ്രത്യേക ലായനിയിൽ കൃഷി ചെയ്യുന്നു, എയ്റോപോണിക്സ് എന്ന് പറയുമ്പോൾ വേരുകൾ വളരുന്നത് വായുവിലേക്ക് തന്നെയാണ്. ഓക്കെ, ശരി, ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗവേഷണ കേന്ദ്രങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ചോദിക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, തോട്ടവിള ഗവേഷണ കേന്ദ്രം, സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? നമുക്ക് തിരുവനന്തപുരമാണ്, ശ്രീകാര്യമാണ് വരുന്നത്. ഓർത്തു വെക്കുക, ആൻസർ ഓപ്ഷൻ ഡി. ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, ഇതൊക്കെ പഠിച്ചു വെക്കണം. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? സി ആണ് ആൻസർ വരുന്നത്. കാസർഗോഡ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം, തോട്ടവിള ഗവേഷണ കേന്ദ്രം ചോദിക്കുമ്പോൾ കാസർഗോഡ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അതും ചോദിക്കുന്നതാണ്, പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് എവിടെയായിരിക്കും? ഓപ്ഷൻ എ ആണ്, കോഴിക്കോട് ആണ് എന്നുള്ളത് ഓർക്കുക. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലോ അത് എവിടെയായിരിക്കും? കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വരുന്നത്. പിന്നെ അതേപോലെ കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? തൃശ്ശൂര് മണ്ണുത്തിയാണ് നമുക്ക് വരുന്നത്. സോ അങ്ങനെയുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഓർക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പിന്നെയും നമുക്ക് ഏതാണ്? പയർ വർഗത്തിൽ വരുന്ന വിത്തിനം ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്ത വിത്തിനം 4 ഓപ്ഷൻസ് ഉണ്ട്. ഹരിത, ലോല, ജ്യോതിക, മാലിക, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതില് നമുക്ക് ആൻസർ വരുന്നത് ഏതായിരിക്കും? ഹരിത എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്ത് വെക്കുക ഏതാണ്? അത് വഴുതനയാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഹരിത എന്ന് പറയുമ്പോഴത്തേക്ക് വഴുതനയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ലോല, ജ്യോതിക, മാലിക, ഇതൊക്കെ എന്താണ്? പയർ വർഗ്ഗങ്ങളിൽ വരുന്നതാണ് എന്നുള്ളത് ഓർക്കുക. ഹരിത എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അന്നേരം വഴുതനയുടെ കുറച്ചുകൂടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഹരിത ഓർത്ത് വെക്കുക എന്താണ്? വഴുതനയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത് എന്നുള്ളത്. ഇത് തന്നെ ഇങ്ങനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പാവൽ ഇനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതായിരിക്കും? പവിത്ര, അർക്ക, പ്രിയങ്ക, മുക്തി. നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഓർത്ത് വെക്കുക ഏതാണ്? പ്രിയങ്കയാണ് ആൻസർ വരുന്നത്. കേരളത്തിൽ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പാവൽ വിത്തിനമാണ് ഇത്. പ്രിയങ്ക എന്ന് പറയുന്നത് ഓർത്ത് വെക്കാം. ഓക്കെ, പ്രിയങ്ക, അതേപോലെ തന്നെ നമുക്ക് പ്രിയ, ഇതൊക്കെ എന്തായിരിക്കും? പാവൽ ഇനങ്ങളിൽ വരുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പക്ഷെ പവിത്ര ഓർക്കണം, അത് പാവലല്ല. അത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? നെല്ലിന്റെ ഇനങ്ങളിൽ വരുന്നതാണ് പവിത്ര, ഹ്രസ്വക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സങ്കര ഇനം വെണ്ടയാണ് ചോദിച്ചിരിക്കുന്നത്. അക്ഷയ, സൽകീർത്തി, ഹരിത, അന്നപൂർണ. ഹരിത നമ്മൾ പറഞ്ഞിരുന്നു, എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? വഴുതനയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അന്നപൂർണ ഓൾറെഡി നമ്മൾ കണ്ടു, അത് നെല്ലിന്റെ ഇനങ്ങളിൽ വരുന്നതാണ്. അക്ഷയ, അനഖയൊക്കെ ആൻസർ ഏതാണ്? സൽകീർത്തിയാണ്. അക്ഷയ, അനഖയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്? തക്കാളിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ സൽകീർത്തി, അതേപോലെ തന്നെ കിരൺ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്? വെണ്ടയുടെ ഇനങ്ങളിലായിട്ട് നമുക്ക് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുളകിന്റെ ഇനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്വാലാമുഖി, ഓക്കെ, ജ്വാലാമുഖി ഉണ്ട്, ജലക്, ജ്വാല, സഖി, ഉജ്ജ്വല, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജലക്കാണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ജ്വാലാമുഖി, ജ്വാല, സഖി, ഉജ്ജ്വല, ഇതൊക്കെ എന്താണ്? മുളകിന്റെ ഇനങ്ങളാണ് എന്നുള്ളത് ഓർക്കുക. മുളക് എന്താണ്? കഴിച്ചു ജ്വലിച്ചു എന്നുള്ളത് ഓർത്താലും മതി. അപ്പൊ ജലക്ക് എന്ന് പറയുന്നത് ഓർക്കണം, അതെന്തല്ല നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മുളകിന്റെ ഇനങ്ങളിൽ വരുന്നല്ല. അതെന്തായിരിക്കും? ജലക്ക് എന്ന് പറയുന്നതും ഗോതമ്പാണ് എന്നുള്ളത് ഓർക്കുക. നമ്മൾ പറഞ്ഞിരുന്നു അർജുൻ, അത് സോണാലിക, കല്യാൺ സോനയൊക്കെ നമുക്ക് എന്താണ്? ഗോതമ്പിന്റെ ഇനങ്ങളാണ്. ആ കൂടെ വരുന്നതാണ് ജലക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ജ്വാലാമുഖി, ജ്വാലാസഖി, ഉജ്ജ്വലയൊക്കെ എന്താണ്? മുളകിന്റെ ഇനങ്ങളിൽ വരുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേര്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം കൃഷി രീതികളുമായിട്ട് ബന്ധപ്പെട്ട്. സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറികൾച്ചർ, ക്യൂണിക്കൾച്ചർ ആണ്. ആൻസർ ഏതായിരിക്കും? പഴം, പച്ചക്കറിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹോർട്ടിക്കൾച്ചർ എന്താണ്? ഓർത്ത് വെക്കുക. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ്
ഹോർട്ടിക്കൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുക്കൾ, പട്ടുനൂലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പട്ടുനൂൽ പുഴുക്കളെ കൃഷി ചെയ്യുന്ന രീതിയാണ്. ഫ്ലോറികൾച്ചർ എന്ന് പറയുമ്പോൾ ആ പേരിലുണ്ട് ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കുക. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, കൂണാണോ? അല്ല. ക്യൂണികൾച്ചർ എന്ന് പറയുമ്പോൾ ഓർക്കുക മുയലുകളുടെ വളർത്തുന്ന രീതിയാണ്. ഓക്കെ, മുയലുകളാണ് എന്നുള്ളത് ഓർക്കുക. ക്യൂണികൾച്ചർ എന്ന് പറയുന്നത് മുയലുകളുടെ അല്ലെങ്കിൽ അതിനെ വളർത്തുന്ന രീതിയാണ്. ഫ്ലവേഴ്സ് ഫ്ലോറികൾച്ചർ, പഴങ്ങളും പച്ചക്കറികളും ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ നമ്മൾ പറഞ്ഞു പട്ടുനൂൽ പുഴുക്കളാണ്. അടുത്തതാണ് നമ്മുടെ വഴുതനയുടെ ഇനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. സൂര്യ, ഹരിത, നീലിമ, സുസ്ഥിര. നമ്മൾ പറഞ്ഞിരുന്നു ഹരിത വഴുതനയുടെ ഇനമാണ്. ആ കൂടെ ഓർത്ത് വെക്കുക. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളതൊക്കെ വഴുതനയുടെ ഇനങ്ങളാണ്. സൂര്യ, ഹരിത, നീലിമ ഇതൊക്കെ എന്താണ്? വഴുതനയുടെ ഇനങ്ങളാണ് എന്നുള്ളത് ഓർക്കുക. സുസ്ഥിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല, അത് നമുക്ക് വഴുതനയുടെ ഇനമല്ല. പിന്നെ എന്തായിരിക്കും? നമ്മൾ സൽകീർത്തിയൊക്കെ പഠിച്ചിരുന്നു. അതെന്താ? വെണ്ടയുടെ ഇനമായിട്ട് പഠിച്ചതാണ്. ആ കൂടെ ഓർത്ത് വെക്കുക. സുസ്ഥിര എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നമുക്ക് വെണ്ടയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റബ്ബറിന്റെ ജന്മദേശമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഏതായിരിക്കും? നമുക്ക് ബ്രസീലാണ്. ഓക്കെ, റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുമ്പോൾ ഓർക്കുക ബ്രസീലാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ കശുമാവ് ഒക്കെ ചോദിച്ചാലും എന്ത് തന്നെയാണ്? ബ്രസീലായിരിക്കും എന്റെ ജന്മദേശമായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ അതേസമയം നമുക്ക് മരച്ചീനി ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? അമേരിക്കയാണ് വരുന്നത്. അമേരിക്കയാണ് ഏതിന്റെ കേസിൽ? മരച്ചീനിയുടെ കേസിൽ നമുക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തേയില ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ചൈനയാണ് വരുന്നത്. സോ ഇതേപോലെ ജന്മദേശങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ റബ്ബറിന്റെ കേസിൽ അല്ലെങ്കിൽ കശുമാവ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഓർത്ത് വെക്കുക ഏതാണ്? ബ്രസീലാണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. എത്രത്തോളം ആൻസർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, സ്വയം ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക. സോ അപ്പൊ എന്തായാലും ഇതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്. 10th ലെവൽ പ്രിലിംസിലൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അത് ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഇതിൽ ജോഡി ചേർത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം. നമ്മൾ ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വൈറ്റമിൻസ് ഒക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അതൊന്നും കംപ്ലീറ്റ് കവർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറ്റില്ല. മാക്സിമം പോയിന്റ്സ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ്സസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻസിന്റെ ക്ലാസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എടുത്തിട്ടായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി ഈ ഒരു ടൈമിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സും കാര്യങ്ങളൊന്നും നോക്കി ഇരിക്കാനുള്ള ഒരു ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും കണ്ട് കൃത്യമായിട്ട് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിൽ. സോ അപ്പം ഇനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എക്സാം എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.